ഗുഡ് മോർണിംഗ് ആൾ. നമ്മൾ ഇന്ന് ആൽഫബറ്റിക്കൽ ആൻഡ് ന്യൂമറിക്കൽ സീരീസ് അല്ലെങ്കിൽ നമ്പർ സീരീസ് എന്നുള്ളതിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്നത്തെ. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്പർ സീരീസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൽഫബറ്റിക്കൽ സീരീസിനെ പറ്റിയിട്ടാണ്. ആൽഫബറ്റിക്കൽ സീരീസിൽ നിങ്ങൾ ഓൾറെഡി കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി എളുപ്പമായിട്ട് മാറും നിങ്ങൾക്ക്. എന്തായാലും അതിന്റെ ഒരു ബേസിക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇത് വെച്ചിട്ട് ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ആൽഫബറ്റിക്കൽ സീരീസ് ക്ലാസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് കൂടുതൽ വേഗത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയാം. അതിന്റെ ഒരു പിക്ചറാണ് ഇപ്പൊ തന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ആൽഫബറ്റിൽ നമുക്ക് അറിയാലോ 26 നമ്പേഴ്സ് ഉണ്ട്. എ മുതൽ സെഡ് വരെയുള്ള ടോട്ടൽ 26 ലെറ്റേഴ്സ് ആണുള്ളത്. അതിനെല്ലാത്തിനും നമ്മൾ അതിന്റെ കറസ്പോണ്ടിങ് അല്ലെങ്കിൽ 1 മുതൽ 26 വരെയുള്ള ഒരു നമ്പർ ഇട്ട് കൊടുത്താൽ അതെങ്ങനെ വരിക എന്നുള്ളതാണ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ എ എന്നുള്ള നമ്പറിന് 1 എന്നുള്ള നമ്പർ, ബി 2, സി 3, അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് എല്ലാ നമ്പേഴ്സിനും ഒരു നമ്പർ കൊടുക്കുക. 1 മുതൽ 26 വരെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ സെഡിന് എന്ത് വരും? 26 എന്നുള്ള നമ്പറിലാണ് ഇത് അവസാനിക്കുക. ഇതിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കേണ്ട കുറച്ച് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഓർത്ത് വെക്കേണ്ട നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇ എന്ന് പറയുന്ന 5ാമത്തെ നമ്പർ, അതുപോലെ ജെ എന്ന് പറയുന്ന 10th നമ്പർ, ഒ എന്ന് പറയുന്ന 15th നമ്പർ, ടി എന്ന് പറയുന്ന 20th നമ്പർ, പിന്നെ എന്താണ് വൈ 25 വരുന്നുണ്ട്, സെഡ് 26, എ 1. ഇതൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ നമ്പേഴ്സ് ഓർമ്മ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ കഴിയും ആൽഫബറ്റിക്കൽ സീരീസിൽ. അതുപോലെ തന്നെ വേറൊരു കാര്യം ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഓപ്പോസിറ്റ് നമ്പേഴ്സിന്റെ ഇതാണ്. ഓപ്പോസിറ്റ് നമ്പേഴ്സ് എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് എക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ഓപ്പോസിറ്റ് നമ്പേഴ്സ് ഇപ്പൊ 1 മുതൽ 26 വരെ നമ്മൾ പറഞ്ഞല്ലോ, അതിനെ 2 സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എ മുതൽ എം വരെയും എൻ മുതൽ സെഡ് വരെയും 2 പോർഷൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ ഓപ്പോസിറ്റ് നമ്പേഴ്സ്, അതായത് ഓപ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 2 നമ്പേഴ്സിന്റെയും പൊസിഷൻ വാല്യൂസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 27 കിട്ടുന്ന നമ്പേഴ്സിനാണ് നമ്മൾ എന്താണ് ഓപ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതിനാണ് ഓപ്പോസിറ്റ് നമ്പേഴ്സ് വരുന്നതാണ് ഇത് എ സെഡ്, എയും സെഡും, അതുപോലെ ബി വൈ സി എക്സ് ഡി ഡബ്ല്യു എന്ന് പറയുന്നതൊക്കെ. അതുപോലെ ലാസ്റ്റ് എന്ത് വരെ വരും? എം എൻ വരെ വരുന്നതായിരിക്കും ഇതെല്ലാതും. ഇത് ഓർത്ത് വെക്കാൻ ചില ട്രിക്കുകൾ ഉണ്ട്. അതിൽ കുറച്ചെണ്ണം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എളുപ്പമാണെങ്കിൽ ഓർത്ത് വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും യൂസ് ചെയ്തിട്ടും എടുക്കാം. ഇപ്പൊ എ സെഡ് നമുക്ക് പ്രത്യേകിച്ച് കോഡൊന്നുമില്ല, അത് നമുക്കറിയാലോ. എ സ്റ്റാർട്ടിംഗ് ആണ്, സെഡ് എൻഡിങ് ആണ്. അപ്പൊ അത് രണ്ടും ആഡ് ചെയ്താൽ തന്നെ എന്താണ് 27 വരും. 1ഉം 26ഉം തമ്മിൽ 27. അപ്പൊ എ സെഡ് എന്താണ് ഓപ്പോസിറ്റ് ആണ്. പിന്നെ ഉള്ളതാണ് ബിയും വൈയും ആണ്. ബിയും വൈ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെല്ലാരും പറയുന്ന ഒരു വേർഡാണല്ലോ ഇത് ബൈ എന്ന് പറയുന്നത്. നമ്മളെല്ലാരോടും ഇപ്പൊ മെസ്സേജ് അയക്കുകയാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മൾ പറയുന്ന ഒരു വേർഡാണ് ബൈ എന്ന് പറയുന്നത്. അപ്പൊ അത് ബിയും വൈയും ആയിട്ട് ഓർത്ത് വെക്കാം. പിന്നെ സി എക്സിന് പ്രത്യേകിച്ച് കോഡുകളൊന്നുമില്ല. പിന്നെ ഡിയും ഡബ്ല്യുവും ഇപ്പൊ നമ്മൾക്ക് സ്ഥിരമായിട്ട് ഓർമ്മയിലുള്ളൊരു ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്ക് എപ്പോഴും ഓർമ്മയിൽ വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അതായത് PWD അല്ലെ. അതിൽ നിന്ന് ഈ WD എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഡബ്ല്യു ഡിയും ആണ് ഇത് ഓപ്പോസിറ്റ് ലെറ്റേഴ്സ്. അതായത് ഡിന്റെ വാല്യൂ വരുന്നത് 4ഉം ഡബ്ല്യുവിന്റെ പൊസിഷൻ വാല്യൂ വരുന്നത് 23ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 27. ഇതാണ് നമ്മൾ ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 ലെറ്റേഴ്സിന്റെയും പൊസിഷൻ വാല്യൂസ് അല്ലെങ്കിൽ 2 വേർഡ്സിന്റെ പൊസിഷൻ വാല്യൂസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് 27 വരണം. ഓക്കെ, അപ്പോ WD നമുക്ക് എങ്ങനെ ഓർത്തേക്കാം? PWD എന്നുള്ള ആ ഒരു ഇത് വരച്ചു വെച്ചാൽ നമുക്ക് എന്താണ് ഡബ്ല്യു ഡിയും ഓപ്പോസിറ്റ് പൊസിഷനിൽ വരുന്നതാണെന്ന് മനസ്സിലാവും. പിന്നെ വരുന്നതാണ് ഇത് ഇയും വിയും എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഇലക്ട്രിക് വെഹിക്കിൾ. ഇപ്പോ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണല്ലോ, വാർത്തയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വേർഡാണ് ഇത് ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ഇത് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ EV ഇലക്ട്രിക് വെഹിക്കിൾസ് എന്നുള്ള ഒരു ഇതിൽ നമുക്ക് എന്താണ് EV ഓപ്പോസിറ്റ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കാം. അടുത്താണിത് UF എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് നിങ്ങൾ ഫുട്ബോളൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് എന്താണ് അണ്ടർ 15 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഫുട്ബോളിന്റെ വരാറുണ്ട്. ഓക്കെ, UFA അണ്ടർ 15 എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഒരു പരിപാടി നമുക്കുണ്ട്. ഫുട്ബോളൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് ഓർത്ത് വെക്കാം. അപ്പൊ എന്താണ് UF ഇതിൽ നിന്ന് നമുക്ക് എന്താണ് യുയും എഫിനെയും കൂടി കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ എഫ് എന്ന് പറയുന്നത് എന്താണ്
എഫിന്റെ പൊസിഷൻ വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്. ഇപ്പൊ എഫും 6ഉം തമ്മിൽ കണക്ട് ചെയ്യാനും ഞാനൊരു വഴി പറഞ്ഞുതരാം. ഇപ്പൊ എഫ് നമ്മൾ ഇങ്ങനെയല്ലേ എഫ് എഴുതുക. അപ്പൊ ഇതിനെന്താണ്, ഇത് ഇങ്ങനെ മുട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എഫിനെ 6 എന്ന് വായിക്കാൻ കഴിയും. ഓക്കെ, ആദ്യത്തെ 5 ലെറ്റേഴ്സ് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. A1 ആണ്, B2 ആണ്, C3 ആണ്, D4 ആണ്, E5 വരെ ആ ഒരു ലെറ്റേഴ്സ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കുക. അപ്പൊ അതും കുറച്ച് ലെറ്റേഴ്സ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഓർത്ത് വെക്കുക പെട്ടെന്ന് എളുപ്പമുള്ളത്. അപ്പോൾ എഫ് നമുക്ക് എങ്ങനെ ഓർത്ത് വെക്കാം, എഫ് ഇങ്ങനെയാണല്ലോ നമ്മൾ എഴുതുന്നത്. അപ്പൊ ഇതിനെ തമ്മിൽ കൂട്ടിമുട്ടിച്ച് നമുക്ക് എന്താണ് എഫിന്റെ വാല്യൂ 6 എന്ന് കിട്ടും. അതുപോലെ എഫിന് ഓപ്പോസിറ്റ് ഉള്ളതാണ് ഏത്, യു എന്ന് പറയുന്നത്. അപ്പൊ യു എഫ് എന്നൊക്കെ പറയുന്നതിൽ നിന്ന് യുയും എഫ് എന്താണ് ഓപ്പോസിറ്റ് ആണെന്ന് കിട്ടും. എഫിന്റെ വാല്യൂ 6 ആണെങ്കിൽ 27 വരണമെങ്കിൽ എന്താണ് യുവിന്റെ വാല്യൂ ഓട്ടോമാറ്റിക് ആയിട്ട് 21 മാറും. ഓക്കെ, അങ്ങനെയും യുവിന്റെ വാല്യൂ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വെക്കാം. പിന്നെ അടുത്ത ലെറ്റർ വരുന്നതാണ് ജിയും ടിയും. ഓക്കെ, ജി ടിയും നമ്മൾ ചെറുപ്പത്തിൽ സ്ഥിരമായിട്ട് കളിച്ചിരുന്ന ഗെയിമുകളാണിത്, ജി ടി എന്നൊക്കെ പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ് ഇതിൽ നിന്ന് നമുക്ക് ജിയും ടിയും കൂടി എന്താണ് ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് ആണെന്നുള്ളത് ജി ടി എ ഗെയിംസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്താണ് ജിയും ടിയും നമുക്ക് എന്താണ് ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് ആണെന്ന് ഇതിൽ നിന്ന് ഓർത്ത് വെക്കാം. പിന്നെ ജിന്റെ വാല്യൂ, പൊസിഷൻ വാല്യൂ കണ്ടുപിടിക്കാനുള്ളത്, ഇപ്പൊ ജി നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുക, ഇങ്ങനെയാണ് എഴുതുക അല്ലെ. അതില് ഈ ഒരു പോർഷൻ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ എന്താണ്, ഇവിടെ നമുക്കൊരു 7 എന്നുള്ള ഒരു ലെറ്റർ കാണാൻ കഴിയും അല്ലെ. അതായത് ജി എന്നുള്ള വേർഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് ഒരു 7 കാണാൻ കഴിയും. അത് തന്നെയാണ് ജിന്റെ പൊസിഷൻ വാല്യൂ വരുന്നതും. എന്ത് 7 എന്ന് പറയുന്ന ലെറ്റർ ആണ് ഇത് ജിന്റെ പൊസിഷൻ വാല്യൂ വരുന്നത്. ടിന്റെ എന്താണ് 20. നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞപ്പോഴും പറഞ്ഞു ഞാൻ, നമ്മൾ ശ്രദ്ധിച്ചു വെക്കേണ്ട കുറച്ച് ലെറ്റേഴ്സ് ഉണ്ട്. അതേതാണ്, ഇ, ജെ, ഒ, ടി. ഇജോട്ടി എന്ന് പറയുന്ന ഇത് നമുക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാം. ഇന്റെ പൊസിഷൻ വാല്യൂ 5 ആണ്, ജെന്റെ 10 ആണ്, ഓന്റെ 15 ആണ്, ടിന്റെ 20 ആണ്. അതായത് 5ന്റെ ഡിഫറൻസിലുള്ള 5 നമ്പർ 4 ലെറ്റേഴ്സ് ആണ് ഇത്. അപ്പൊ ഇത് പുറത്ത് വെച്ച് നിങ്ങൾക്ക് കുറെ എളുപ്പമുണ്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത അപ്പൊ ജി ടി നമുക്ക് ഇതിന്ന് കിട്ടി എന്താണ് ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് ആണ് ജിയും ടിയും. ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് 27 വരും. ജിന്റെ വാല്യൂ ഇതിൽ നിന്ന് നമുക്ക് 7 ആണെന്ന് കണ്ടുപിടിക്കാം. ടിന്റെ വാല്യൂ 20 അപ്പൊ വരും. അങ്ങനെ ജിയും ടിയും കൂടി നമുക്ക് 27 കിട്ടും. അടുത്തത് വരുന്നതാണ് ഇത് എച്ചും എസും. എച്ചും എസും എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എന്താ പെട്ടെന്ന് ഓർമ്മ വരുന്നതാണ് ഹൈസ്കൂൾ. നമ്മൾ ഹൈസ്കൂൾ എന്നൊക്കെ എഴുതുമ്പോൾ എന്താണ് HS അങ്ങനെ പറഞ്ഞിട്ടല്ലേ എഴുതുക. അപ്പൊ ഇന്ന് നമുക്ക് എന്ത് കിട്ടി, HS. എച്ചും എസും എന്താണ് ഓപ്പോസിറ്റ് ആണെന്ന് കിട്ടി. ഇനി എച്ചിന്റെ പൊസിഷൻ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, എച്ച് നമ്മൾ ഇങ്ങനെയല്ലേ എഴുതുക. ഇതിനെ മുകളിലും താഴത്തും കൂടി കൂട്ടി നമുക്ക് എന്ത് കിട്ടും, ഡിജിറ്റൽ ക്ലോക്കിലൊക്കെ എഴുതുന്ന പോലത്തുള്ള 8 എന്നുള്ള നമ്പറിന്റെ വാല്യൂ കിട്ടും. അതായത് എച്ചിന്റെ വാല്യൂ എന്താണ് 8 ആണ്. അതിന്റെ ഓപ്പോസിറ്റ് വരുന്നതാണ് ഇത് എസ്. എച്ചിന്റെ ഓപ്പോസിറ്റ് ആണ് എസ്. എസിനെ നമുക്ക് എന്താണ് 19 ആണെന്ന് കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്. ഇപ്പൊ നോക്കി നോക്കൂ, എസ് ഇങ്ങനെയല്ലേ എഴുതുക. എസിനെ എങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇവിടെ ഒരു 9 എന്ന് കിട്ടും. ഓക്കെ, എസിനെ എങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 9 കിട്ടും. എസ് നമുക്ക് അറിയാം ആൽഫബറ്റിക്കൽ സീരീസിന്റെ ലാസ്റ്റിക്കൊക്കെ വരുന്നതാണ്. അപ്പൊ എന്തായാലും ഫസ്റ്റത്തെ 9 ആയിരിക്കില്ല. അപ്പൊ എന്താണ് ഒരു 19 ആയിട്ട് വരാം. ഓക്കെ, അത് തന്നെയാണ് എസിന്റെ വാല്യൂ വരുന്നതും 19 ആണ്. അപ്പൊ എന്താണ് എച്ചും എസും ഹൈസ്കൂൾ എന്നുള്ള ഒരു ലെറ്റർ ഓർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് എച്ചും എസും കൂടി തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാം. എച്ചിന്റെ വാല്യൂ 8 എന്നും വരും. എസിന്റെ വാല്യൂ 19 എന്നും വരും. ഓക്കെ, അതിനുശേഷം വരുന്ന 2 ലെറ്റേഴ്സ് ആണ് ഇത് ഐയും ആറും. ഓക്കെ, ഐയും ആറും ഇപ്പൊ നമ്മൾ എച്ചും എസും പഠിച്ചതുപോലെ തന്നെയാണ് ഐയും ആറും. അതിന്റെ കോൺസെപ്റ്റിൽ ചെറിയൊരു വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഐന്റെയും ആറിന്റെയും വാല്യൂ, പൊസിഷൻ വാല്യൂസും പെട്ടെന്ന് ഓർത്ത് വെക്കാൻ കഴിയും. അതുപോലെ തന്നെ IR എന്നുള്ളത് ഓർത്ത് വെക്കാനുള്ള ഒരു കോഡ് എന്താണ്, ഇന്ത്യൻ റെയിൽവേ. ഓക്കെ, ഇന്ത്യൻ റെയിൽവേ എന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് എന്താണ് ഐയും ആറും തമ്മിൽ എന്താണ് ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് ആണ്. ഓപ്പോസിറ്റ് കോമ്പോയിലുള്ള 2 ലെറ്റേഴ്സ് ആണ് ഇത് ഐയും ആറും എന്ന് കിട്ടും. ഓക്കെ, അതായത് IR ആണ് ഓപ്പോസിറ്റ് വരുന്ന, എസിന് ശേഷം വരുന്നതാണ് IR. എന്താണ് നമുക്ക് ഇന്ത്യൻ റെയിൽവേ എന്ന് ഓർത്ത് വെച്ചാൽ ഐന്റെ ഓപ്പോസിറ്റ് ആണ് വരുന്നത് ഏത്, 6 എന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെയല്ലേ എഴുതുക. അതിനെന്താണ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ എന്താണ് 9 വരും. അപ്പൊ നമ്മൾ നേരത്തെ എസിനെ എന്താണ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തപ്പോൾ അത് 9 ആയി. അപ്പൊ അവിടെ നമ്മൾ എന്ത് 19 എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഐന്റെ കാര്യം എന്ന് പറയുന്നത്. ഐ ഇങ്ങനെയാണ് എഴുതുക. നമ്മൾ അതിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ നമുക്ക് എന്താണ് 9, ഐന്റെ ലെറ്റർ എന്താണ് 9 എന്ന് കിട്ടും. എല്ലാവർക്കും എല്ലാം ഒരേപോലെ കിട്ടണമെന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ കോഡ് ഉണ്ടായിരിക്കും ഇത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ളവർക്ക് അത് യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കോഡാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞു തരുന്നു എന്നുള്ളൂ. നിങ്ങൾക്ക് വേറെയാണ് നിങ്ങൾക്ക് പ്രിഫറബിൾ ആയിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ എളുപ്പമായിട്ട് തോന്നുന്നെങ്കിൽ, പെട്ടെന്ന് ഓർത്ത് വെക്കാൻ കഴിയുന്നെങ്കിൽ അത് ഉപയോഗിക്കാം. ഇപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ഐ മാറുന്നതാണ് ഇന്ത്യൻ റെയിൽവേ എന്നുള്ള കോഡ് കൂടെ
ഓർത്ത് വെച്ചു, ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് ആണ്. ഐനെ എന്താണ് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 9 ഐന്റെ വാല്യൂ എന്നുള്ളത് ഓർമ്മ കിട്ടും. ഇനി അടുത്ത അതിന്റെ ഇത് വന്നതാണത് 6. 6നെ ജസ്റ്റ് നോക്കി നോക്കും. നമ്മൾ നേരത്തെ എച്ചിനെ എങ്ങനെയാണ് കണക്ട് ചെയ്തത്? എച്ച് ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ എത്തിയപ്പോൾ നമ്മൾ 8 പറഞ്ഞു അല്ലെ? അതുപോലെ തന്നെ അല്ല ഇപ്പൊ ഈ 6 എന്ന് എഴുതിയാലും നമുക്ക് വരിക. 6 എന്ന് എഴുതിയിട്ട് എന്താണ് ഇത് ജസ്റ്റ് ഒന്ന് മുട്ടിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇതൊരു 8 പോലെ ആയില്ലേ ഇപ്പൊ? അപ്പൊ എന്താണ് ഇത് 18. നമ്മൾ ഓൾറെഡി എച്ചിന് 8 എന്നുള്ള വാല്യൂ കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇനി 6നും 8 എന്നുള്ള വാല്യൂ കൊടുക്കാൻ കഴിയില്ല. അപ്പൊ എന്താണ് 26 വരെ ആകപ്പാടെ വരുന്നുള്ളൂ. അപ്പൊ എച്ചിൽ 8 വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അടുത്ത് 8 വരുന്ന ഒരു നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 18 ആണ്. അപ്പൊ 6ന്റെ വാല്യൂ നമുക്ക് എന്താണ് 18 എന്ന് കിട്ടും. അതിന്റെ വാല്യൂ 9 എന്ന് കിട്ടും. അതിനുശേഷം വരുന്നതാണ് ഇത് ജെ ക്യു. ജെ ക്യു എന്ന് പറയുമ്പോൾ ജെ ക്യു നിങ്ങൾക്ക് എന്താണ് ഇപ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇത് വെറുതെ ഓർത്ത് വെക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇപ്പൊ ജാക്ക് ഡാനിയൽസ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു നെയിം അല്ല ഇത് ജെ ക്യു എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഡി ക്യു നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് ജസ്റ്റ് ഒന്ന് എന്താണ് ജെ ക്യു എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ജസ്റ്റ് ഓർത്ത് വെക്കാൻ ഒരു കോഡിന് വേണ്ടിയിട്ട് ഓർത്ത് വെക്കുക എന്നുള്ളൂ. അല്ലാണ്ട് വേറെ അതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു കോഡിന് നമുക്ക് പെട്ടെന്ന് കിട്ടണം. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയണം എന്നുള്ള ഒരു ഇത് കൊണ്ടാണ് ജെ ക്യു എന്നുള്ള ഇത് പറയുന്നത്. അപ്പൊ ഡി ക്യു എന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പൊ നമ്മൾ ഡി ഓൾറെഡി നമ്മൾ എന്താണ് ഡബ്ല്യു ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് PWD എന്നുള്ള ഒരു കോഡ് വെച്ചിട്ട്. അപ്പൊ എന്തായാലും ഡി അല്ല ഇനി വരിക. അപ്പൊ പിന്നെ എന്താണ് ഒരു ജെ വെച്ചിട്ട് കണക്ട് ചെയ്ത് നമുക്ക് എന്താണ് ജെ ക്യു എന്ന് കിട്ടും. ഓക്കെ, അപ്പോ ഇതിലും എന്താണ് ജെന്റെ വാല്യൂ ഇപ്പോ 10 കണ്ടുപിടിക്കാൻ നേരത്തെ നമ്മൾ ഈ ജോട്ടി പറഞ്ഞത് വെച്ചിട്ട് എന്താണ് നമുക്ക് ജോട്ടി എന്നുള്ള വേർഡ് വെച്ചിട്ട് നമുക്ക് ജെന്റെ വാല്യൂ എന്താണ് 10 ആണെന്ന് അറിയാം. ഓക്കെ, ഈ ജോട്ടി എന്നുള്ള കോഡ് വെച്ചിട്ട്. അപ്പൊ ഇനി നമുക്ക് എന്താണ് ക്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ ക്യൂ എന്ന് എഴുതുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ക്യൂ എഴുതിയെന്ന് വിചാരിക്കുക. അപ്പോ ഇതില് നമ്മൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ശ്രദ്ധിച്ചു നോക്കൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ ഇതാ ഇങ്ങനെ ഒരു 7 നമുക്ക് കാണാൻ കഴിയുമല്ലോ. നമ്മൾ ഓൾറെഡി വേറൊരു 7 കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് ജി ജി എന്ന് എഴുതിയാലുള്ള 7 എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു 7 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ജി ഓൾറെഡി 7 വന്നു. അപ്പൊ ഇനി എന്താണ് ഇനി 26ന്റെ ഉള്ളിൽ 7 എന്നുള്ള ഒരു അവസാനിക്കുന്ന ഒരേ നമ്പറേ ഉള്ളൂ. അതേതാണ് ഇത് 17 അല്ലെ? ഇപ്പൊ ഇവിടെ നമ്മൾ എന്ത് ക്യൂ എന്ന് എഴുതിയപ്പോ നമുക്ക് ഇവിടുന്ന് ഒരു ഇത് കിട്ടി. ക്യൂ എന്ന് എഴുതിയപ്പോ എന്താണ് ഇവിടെ നമ്മൾ ഒരു ശ്രദ്ധിച്ചു നോക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ജസ്റ്റ് ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളൊരു കുറച്ച് പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ഈ ലെറ്റേഴ്സ് ഇങ്ങനെ ഇതൊക്കെയാണ് ഇതിന്റെ നമ്പേഴ്സ് എന്നുള്ളത് യൂസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഓർമ്മ വരാൻ തുടങ്ങും. ഇപ്പൊ എന്താണ് ക്യൂവിന്റെ ഇവിടെ നമുക്കൊരു 7 കാണാൻ കഴിയും. പിന്നെ ഇവിടെ വേണമെങ്കിൽ എന്താണ് ഒരു ഒന്നും കൂടി ഉണ്ട് എന്ന് ആലോചിക്കാം. അങ്ങനെയാണെങ്കിൽ എന്താണ് 17 ക്യൂവിന്റെ വാല്യൂ എന്താണ് 17 വന്നു. ക്യൂവിന്റെ ഓപ്പോസിറ്റ് വരുന്ന ലെറ്റർ ഏതാണ്? ജെ ആണ്. ജെ ക്യൂ നമ്മൾ പറഞ്ഞു ഡി ക്യൂ എന്നൊക്കെ ആലോചിക്കുന്ന പോലെ ജെ ക്യൂ ആലോചിക്കാം. അല്ലെങ്കിൽ ജാക്ക് ഡാനിയൽസ് എന്നൊക്കെ പറയുന്നത് പോലെ ജെ ക്യൂ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അടുത്തത് വരുന്നതാണ് ഇത് കെയും പിയും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഏറ്റവും എളുപ്പമുള്ള ഒരു ഇതാണ്. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്, വാർത്തയിലൊക്കെ നിറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതേതാണ്? നമ്മൾ PWD പറഞ്ഞതുപോലെ തന്നെ വാർത്തയിൽ നിറയുന്ന വേറൊരു ഡിപ്പാർട്ട്മെന്റ് എന്നാണ് കേരള പോലീസ് അല്ലെ? KP, കേരള പോലീസ് എന്ന് ആലോചിച്ച് നോക്കിയേക്കാം. അപ്പൊ കേരള പോലീസ് എന്ന് ആലോചിച്ച് കെയും പിയും നമുക്ക് എന്താണ് ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് ആണെന്നുള്ളത് മനസ്സിലാവും. പിന്നെ എന്താണ് ഇതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ, പൊസിഷൻ വാല്യൂസ് കണ്ടുപിടിക്കുന്നതാണ്. ഇപ്പൊ കെ നമ്മൾ ഇങ്ങനെ എഴുതിയെന്ന് വിചാരിക്കും, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട്. കെ സാധാരണ രീതിയിൽ ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് എഴുതി വിചാരിക്കും. അപ്പൊ ഇവിടെ ഒരു 1 ഉണ്ട്. ഇത് എന്താ നീളത്തിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് 11 എന്ന് കിട്ടും അല്ലെ? ഇപ്പൊ കെ നമ്മൾ ഇങ്ങനെ മുട്ടിച്ചിട്ടാണ് എഴുതുക. അതിന് പകരം നമ്മൾ എന്താണ് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് എഴുതുകയാണ് വിചാരിക്കുക. അപ്പൊ ഇതിനെ നമുക്ക് എന്താക്കി മാറ്റാം? ഇവിടെ ഒരു 1 ഉണ്ട്. അതുപോലെ തന്നെ ഇതിനെ കുറച്ച് നൂർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു 1 കിട്ടും. അതായത് കെന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 11 എന്ന് കിട്ടും. എന്റെ 1 എന്നുള്ള നമ്പർ വരുന്ന വാല്യൂ ഏതാണ്? എ ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ എന്താണ് കെ വാല്യൂ എന്താണ് 11 എന്ന് കിട്ടി. ഓക്കെ, KP ആണ് നമ്മുടെ ഓപ്പോസിറ്റ് ലെറ്റേഴ്സിന്റെ വരുന്ന കോംബോ. അതിൽ കെന്റെ വാല്യൂ നമുക്ക് എന്താണ് 11 എന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. ഇനി എന്താണ് പി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ പി എന്ന് നമുക്ക് എഴുതുമ്പോൾ എന്താണ് പി ഇങ്ങനെയല്ലേ? ഇതിനെ കുറച്ച് വ്യത്യാസപ്പെടുത്തി നമുക്ക് എന്താണ് ഇത് എന്താണ് ഇതൊരു 6 തലതിരിച്ചിട്ട പോലെയല്ലേ ഉള്ളത്? അപ്പൊ നമ്മൾ നേരത്തെ എഫിനെ ഇങ്ങനെ എഴുതിയിട്ട് ഇതെന്താണ് ഇത് യോജിപ്പിച്ചിട്ട് 6 എന്നാക്കി എഫിനെ അല്ലെ? അതുപോലെ തന്നെ കുറച്ച് വ്യത്യാസമാണ്. ഇപ്പൊ പി ഇങ്ങനെ എഴുതി ഇതെന്താണ് ഒരു തലതിരിഞ്ഞ രീതിയിലാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇതെന്താ കിട്ടി? നമുക്കൊരു 6 എന്നുള്ള രീതിയിലല്ലേ കിടക്കുന്നത്. അപ്പൊ ഓൾറെഡി ഒരു 6 കഴിഞ്ഞു. പിന്നെന്താണ് പിന്നെയുള്ള നമുക്ക് 26 വരെയുള്ളവർ വരുന്നത് ഏതാണ്? ഒന്ന് 16ഉം പിന്നെ ഒന്ന് 26 ആണ്. പക്ഷെ 26നെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കുക വേണ്ട. 26 നമുക്ക് എന്താണെന്ന് അറിയാം. നമ്മുടെ ആൽഫബറ്റിക് സീരീസിലെ ലാസ്റ്റ് ലെറ്റർ ആണ്, അതായത് സെഡ് ആണെന്നുള്ളത് ഓൾറെഡി അറിയാം. ഇതിൽ കുറച്ച് ലെറ്റേഴ്സ് നമ്മൾ ഒരിക്കലും പെട്ടെന്ന് മറക്കുന്ന കാര്യങ്ങളല്ല. സെഡ് 26 ആണെന്നുള്ളത് നമുക്കറിയാം. അതുപോലെ എ എന്താണ് 1 ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇതൊക്കെ പെട്ടെന്ന് ഓർമ്മകളിൽ നിൽക്കുന്ന സംഭവിച്ചാണ്. അപ്പോൾ ഓൾറെഡി എഫ് 6 ആണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു.
എഫ് എന്താണ് 6 കണ്ടുപിടിച്ചു. അപ്പൊ ഇനി ബാക്കി പി ഇപ്പൊ തലയിരിച്ചിട്ടപ്പോ നമുക്കൊന്നൊരു 6 കിട്ടി. അപ്പൊ എന്ത് വരും? പിന്നെ വരാനുള്ള ഒരു ചാൻസ് ഉള്ളത് എന്താണ്? 16. അപ്പൊ പിന്റെ വാല്യൂ എന്ത് കിട്ടി? നമുക്ക് 6 എന്ന് കിട്ടി. അതായത് കേരള പോലീസ് എന്ന് നമ്മൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ കെയും പിയും കൂടി എന്താണ്? ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് ആണെന്ന് കിട്ടും. കെന്റെ വാല്യൂ ഇങ്ങനെ എഴുതുന്നതിൽ നിന്ന് 11 ആണെന്നും പി ഇങ്ങനെ എഴുതുന്നതിൽ നിന്ന് നമുക്ക് എന്താണ്? 16 ആണെന്നും കിട്ടും. ഓക്കെ, ഇതൊക്കെ ഓർത്ത് വെക്കാനുള്ള ഓരോ ട്രിക്കുകളാണ്. നിങ്ങൾക്ക് എങ്ങനെ വെച്ചാൽ യൂസ് ചെയ്യാം. പിന്നെ വരുന്നതാണിത് എൽ ഒ. അടുത്ത ലെറ്റേഴ്സ് വരുന്നതാണിത് എല്ലും ഓയും. സോറി, എല്ലും ഓയും. ഇപ്പൊ നോക്കി നോക്കൂ, ഇതിൽ നിന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് എന്താണ് ഈ വിയും ഇയും തമ്മിലുള്ള റിലേഷനും എല്ലും ഓയും തമ്മിലുള്ള റിലേഷനും ഒരുമിച്ച് തന്നെ വേണമെങ്കിൽ ഓർത്തേക്കാം. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് അറിയുന്ന ഒരു ലെറ്റർ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വേർഡാണ് ഇത് ലവ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് എന്താണ് എൽ ഒ കണക്ട് ചെയ്യാം, വിയും ഇയും കൂടി കണക്ട് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഈ വിനെ എന്താണ് ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഒറ്റ വേർഡിൽ നിന്ന് തന്നെ രണ്ടെണ്ണത്തിനും കണക്ട് ചെയ്യാം. എല്ലും ഓയും കൂടി കണക്ട് ചെയ്യാം, വിയും ഇയും കൂടി കണക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഇജോട്ടിയിൽ നിന്ന് നമുക്ക് എന്താണ് ഓന്റെ വാല്യൂ 15 ആണെന്ന് അറിയാം ഓൾറെഡി. പിന്നെ ഉള്ളതാണ് എല്ല്. എല്ല് എന്ന് പറയുന്നത് ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എല്ല് എന്ന് പറയുന്നത് കുറച്ച് ചെരിച്ചു എന്ന് വിചാരിക്കും. നമുക്ക് എന്താണ് ഇങ്ങനെ എഴുതാൻ കഴിയും. നമ്മൾ എന്താണ് ഇതൊരു വിക്ടറി സിമ്പിൾ പോലെ നമ്മൾ കാണിക്കാറില്ലേ? രണ്ട് വിരൽ ഇങ്ങനെ കുറിച്ചുള്ള വിക്ടറി സിമ്പിൾ. അതായത് എന്താണ് രണ്ട്, അതിൽ നിന്ന് നമുക്ക് വിക്ടറി എന്ന് കാണിക്കുമ്പോൾ നമ്മൾ എന്താണ് രണ്ട് വിരൽ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഒരു വി ഷേപ്പിൽ കാണിച്ചിട്ടല്ലേ നമ്മൾ കാണിക്കാറ്. അപ്പൊ എന്താണ് രണ്ട് വിരലാണ് പൊക്കി പിടിക്കുന്നത്. അതിന് നമുക്ക് എന്നിട്ട് 2 എന്ന് കിട്ടി. ഓക്കെ, ഈ ആദ്യത്തെ രണ്ട് എന്താണ്? ബി ആണ്. ആദ്യത്തെ രണ്ട് നമ്മുടെ അൽഫബറ്റിക് സീരീസിൽ വരുന്ന ആദ്യത്തെ രണ്ട് എന്ന ലെറ്റർ എന്താണ്? ബി ആണ്. അതിന്റെ തൊട്ടടുത്ത് വരുന്നതാണ് പിന്നെ ഇത് എല്ല് എന്ന് പറയുന്നത്. എല്ലിനെ നമുക്ക് എന്താണ് 12 എന്നാക്കാം. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് എല്ലിന്റെ വാല്യൂ 12 കിട്ടും. എൽ ഒ വി ഇ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ട് നമുക്ക് എന്താണ് വിഇനെയും കണക്ട് ചെയ്യാം, എൽ ഒനെയും കണക്ട് ചെയ്യാം. ഓന്റെ നമുക്ക് 15 ആണെന്ന് അറിയാം, ഇന്റെ 5 ആണെന്ന് അറിയാം, എല്ലിന്റെ നമ്മൾ എന്താണ് 12 എന്ന് എടുത്തു. പിന്നെ ഇതിൽ വന്നത് ഒരു ലെറ്റർ ആണ് ഇത് വി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറയാൻ വിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു വി എന്ന് പറയുന്ന ലെറ്റർ. ഇപ്പൊ നമ്മൾ എന്താണ് എല്ലിനെ ഇങ്ങനെ ചേഞ്ച് ചെയ്തിട്ടാണ് ഇത് വി പോലെയൊക്കെ വിക്ടറിയുടെ സിമ്പിൾ ആയിട്ടുള്ള വി പോലെ ആക്കിയിട്ട് നമ്മൾ എന്താണ് ആദ്യത്തെ 2 എന്നുള്ള നിലയ്ക്ക് 12 എന്നാക്കിയിട്ട് എടുക്കുന്നത്. അപ്പൊ ഇവിടെ വി എന്ത് പറയുന്നത്? വി ഓൾറെഡി വിക്ടറി സിമ്പിളിന്റെ ഇതിലാണ്. അപ്പൊ അതും എന്തായിരിക്കും? അടുത്തൊരു 2 ആയിരിക്കും. അപ്പൊ ഓൾറെഡി 12 കഴിഞ്ഞു. ഇനി അടുത്ത 2 വരുന്നത് ഏതായിരിക്കും? 22 ആയിരിക്കും അല്ലെ? അപ്പൊ വിന്റെ ലെറ്റർ നമുക്ക് എന്താണ് 22 ആണെന്നുള്ളത് ഓർത്ത് വെക്കാം. അപ്പൊ എല്ലിനെ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് എഴുതുക. അതിനെ കുറച്ച് ചരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ വിക്ടറി സിമ്പിൾ പോലെ ആയി. വിക്ടറി സിമ്പിളിൽ നമ്മൾ 2 പേരിലാണ് കാണിക്കുക. അപ്പൊ എന്താണ് ഇതിൽ നിന്ന് 2 എന്നുള്ളത് ഓർത്ത് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എല്ലിന്റെ വാല്യൂ 12 എന്ന് ഓർമ്മ കിട്ടും. അതിന്റെ തൊട്ടടുത്ത് വരുന്നതാണ് ഇത് പിന്നെയും അതേ സെയിം വിക്ടറി സിമ്പിൾ വരുന്നതാണ് ഇത് വി എന്ന് പറയുന്ന ലെറ്റർ. അപ്പൊ ഇവിടെ എന്താണ് ഒരു 2 ആണ് വരിക. ഓൾറെഡി 12 കഴിഞ്ഞു. പിന്നുള്ളത് നമുക്ക് എന്താണ് 22 എന്ന ലെറ്റർ ആണ്. അപ്പൊ വിന്റെ വാല്യൂ എന്താണ് 22 എന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അടുത്ത ശേഷം വരുന്നതാണ് എം എൻ. എം എൻ അങ്ങനെ പ്രത്യേകിച്ച് കോഡൊന്നുമില്ല. നമുക്ക് കണ്ടാൽ തന്നെ ഏകദേശം നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന എം എൻ ഒ പി എന്നൊക്കെ പറയുന്ന ഒരു ഇത് നമ്മൾ ആൽഫബറ്റിക് സീരീസ് പറയാറുണ്ടല്ലോ. അതിൽ നിന്ന് തന്നെ എമ്മും എന്നും അടുത്താണെന്ന് അറിയാം. എം പിന്നെ വേണമെങ്കിൽ ഒരു രീതിയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എം ഇങ്ങനെ എഴുതുകയാണ് വിചാരിക്കുക. അപ്പൊ നമുക്ക് താഴത്തേക്ക് വരുന്ന താഴത്ത് വരുന്ന പോയിന്റുകളുടെ എണ്ണം നമ്മൾ എടുത്ത് വിചാരിക്കും. ഇപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ ഒരു പോയിന്റ് വന്നു, ഇവിടെ ഒരു രണ്ടാമത്തെ പോയിന്റ് വന്നു, ഇവിടെ മൂന്നാമത്തെ പോയിന്റ് വന്നു. അത് ടോട്ടൽ 3 പോയിന്റ് വരുന്നുണ്ട്. ഓക്കെ, ടോട്ടൽ 3 പോയിന്റ് ആണ് താഴത്തേക്ക് വരുന്നത്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 13 എന്ന് വേണമെങ്കിൽ ഓർത്ത് വെക്കാം. നിർബന്ധമല്ല, നിങ്ങൾക്ക് അല്ലാണ്ട് തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ നല്ലത്. ഇനി അതല്ല ഓർത്ത് വെക്കണം നിർബന്ധമാണെങ്കിൽ വേണമെങ്കിൽ ഇതൊരു കോഡായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. നിർബന്ധമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പൊ ഇതിൽ എന്താണ്? ഇപ്പൊ നമുക്ക് എം എന്നും ആണ് ഇതിൽ വരുന്നത്. എമ്മും എന്നും ആണ് ഇതിന്റെ കോംബോ വരുന്ന 2 ലെറ്റേഴ്സ്. അതിലെന്താണ്? എം വെച്ചിട്ട് 13 ആണെന്ന് കിട്ടും. 1, 2, 3 എന്നുള്ള പോയിന്റുകൾ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് 13 എന്ന് എഴുതാം. എന്ന് പിന്നെ എന്താണ്? 14 ആണ് വരുന്നത്. അത് പ്രത്യേകിച്ച് കോഡുകളൊന്നും എനിക്കറിയില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. എന്നിന് എന്താ 14 എന്ന് കണക്കാക്കാം. പിന്നെ നമ്മൾ ഓക്കെ പറഞ്ഞു, ഓക്കെ 15. ഈ ജോട്ടി എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ട് നമുക്ക് എന്താണ് ഓക്കെ 15 ആണെന്ന് കിട്ടി. പി നമ്മൾ എന്താണ് 6 തിരിച്ചിട്ട പോലെയാണെന്ന് പറഞ്ഞിട്ട് 16 ആണെന്ന് കിട്ടി. ക്യൂവിൽ നിന്ന് നമ്മൾ എന്താണ് ആ ലാസ്റ്റ് ലെറ്ററിന്റെ ആ ഒരു ഭാഗം വെച്ചിട്ട് എന്താണ് 7 എന്നുള്ളത് കണക്കാക്കിയിട്ട് എന്താണ് അത് 17 ആണെന്ന് പറഞ്ഞു. 6ന് നമ്മൾ എന്താണ് കണക്ട് ചെയ്തിട്ട് 6നെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്താണ് അത് 18 ആക്കിയിട്ടുണ്ടായിരുന്നു. എസിന് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്താണ് 19 ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ് ടി ആണ് വരുന്നത്. ടി ഈ ജോട്ടിയിൽ നിന്ന് 20 ആണെന്ന് നമുക്കറിയാം. പിന്നെന്താണ് യു ആണ് വരുന്നത്. നമ്മൾ യുവും എഫും കൂടി പറഞ്ഞു അണ്ടർ 15 അങ്ങനത്തെ ആ രീതിയിൽ കണക്കാക്കുമ്പോൾ എഫിന് 6 ആണെന്ന് വരുന്നത്. അപ്പൊ 27ക്ക് യുവിന് എന്താണ് 21 എന്ന് കണക്കാക്കാം.
വി നമ്മളെന്ന് പറഞ്ഞു വിക്ടറി സിമ്പിൾ വെച്ചിട്ട് 22 കിട്ടി. ഇനി നമ്മൾ എം പറഞ്ഞതുപോലെ തന്നെയാണ് ഇത്, എമ്മിനെ തലയിരിച്ചിട്ടാണല്ലോ ഡബ്ല്യു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് 1, 2, 3 പോയിന്റുകൾ വരുന്നുണ്ട്. വേണമെങ്കിൽ എന്താണ് താഴത്തെ 2 പോയിന്റുകൾ ഉണ്ട് എന്നുള്ളൊരു കണക്കിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 23 എന്ന് പറയാം. അല്ലെങ്കിൽ മുകളിൽ 3 പോയിന്റ് ആണുള്ളത്. നേരത്തെ നമ്മൾ 3 പോയിന്റ് കണ്ടു, അപ്പൊ അതിന് 13 ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വരാനുള്ളൊരു ഇത് എന്താണ് 23 അപ്പൊ എന്താണ് അങ്ങനെയും വേണമെങ്കിൽ ഡബ്ല്യുവിന്റെ വാല്യൂ ഓർത്ത് വെക്കാം. എക്സ് പിന്നെ 24 ആണ്. വൈ 25. ഇജോട്ടിയിൽ നിന്ന് ഇജോട്ടി എന്നുള്ളതിൽ നിന്ന് നമുക്ക് എന്താണ് 5, 10, 15, 20, 25 എന്ന് ഓർത്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ വൈന്റെ വാല്യൂ എന്താണ് 25 ആണെന്ന് കിട്ടും. പിന്നുള്ളത് ഏതാണ്, സെഡ് ആണ് 26. അപ്പൊ ഒന്നുകൂടിയും പറയാം, എല്ലാ ആൽഫബറ്റിക് സീരീസിലെ എല്ലാ ലെറ്റേഴ്സിനും നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പൊസിഷൻ വാല്യൂ കൊടുക്കുകയാണ്. അത് 1 മുതൽ 26 വരെയാണ് കൊടുക്കുന്നത്. ആ എല്ലാത്തിന്റെയും പൊസിഷൻ വാല്യൂസ് അറിയുന്നതും ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ അവയുടെ ഓപ്പോസിറ്റ് ലെറ്റേഴ്സിനെ അറിഞ്ഞിരിക്കുന്നതും ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ എ സെഡും ആണ് ഇത് ഓപ്പോസിറ്റ് വരുന്നത്. ബി വൈ ഓപ്പോസിറ്റ് ബൈ എന്ന് പറഞ്ഞു നമ്മള്. പിന്നെ വരുന്നതാണ് ഇത് സി എക്സ് ഓപ്പോസിറ്റ് ആണ്. അടുത്ത ശേഷം എന്താണ് ഡബ്ല്യുവും ഡിയും ആണ് വരുന്നത്. അത് നമ്മൾ എന്താണ് പി ഡബ്ല്യു ഡി എന്നുള്ള വേർഡ് വെച്ചിട്ട് നമുക്ക് എന്താണ് ഡബ്ല്യുവും ഡിയും ഓപ്പോസിറ്റ് ആണെന്നുള്ളത് ഓർത്ത് വെക്കാന്ന് പറഞ്ഞു. അതിനുശേഷം വന്നതാണ് ഇത് ഇയും വിയും. ഒന്നെങ്കിൽ നമുക്ക് ഇലക്ട്രിക് വെഹിക്കിൾ എന്നുള്ള ഇത് വെച്ചിട്ട് നമുക്കത് ഓർത്ത് വെക്കാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് ലവ് എന്നുള്ള കോഡ് ആലോചിച്ച് വെച്ചിട്ട് ഇത് എന്താണ് എല്ലും വിയും ഇയും കൂടി ഓപ്പോസിറ്റ് ആണ്, എല്ലും ഓയും കൂടി ഓപ്പോസിറ്റ് ആണെന്നും വേണമെങ്കിൽ ഓർത്ത് വെക്കാം. ഇന്റെ 5 ലെറ്റർ. അടുത്തത് വരുന്നതാണ് ഇത് യു എഫ്. എഫിന്റെ ഓപ്പോസിറ്റ് വരുന്നതാണ് ഇത് യു എഫ്. എഫിനെ നമ്മൾ എന്താണ് ഇങ്ങനെ 6 എന്നുള്ള ലെറ്റർ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എഫിന്റെ പൊസിഷൻ വരെ നമുക്ക് 6 എന്ന് കിട്ടി. യു എഫ് ആണ് ഇത് അണ്ടർ 15 എന്നുള്ള ഇതിൽ വെച്ചിട്ട് യു എഫും ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് ആണെന്ന് കിട്ടി. അതിൽ അപ്പൊ എന്താണ് യുവിന്റെ വാല്യൂ 21 എന്ന് കണ്ടുപിടിക്കാം. കാരണം നമ്മുടെ ടോട്ടൽ സം എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, 27 ആയിരിക്കും ഓപ്പോസിറ്റ് ലെറ്റേഴ്സിന്റെ. അതിന് ശേഷം വന്നതാണ് ഇത് ജിയും ടിയും. നമ്മൾ പറഞ്ഞു ഗെയിമിന്റെ ഒക്കെ GTA എന്നൊക്കെ പറയുന്നത് പോലെ ജിയും ടിയും ഓർത്ത് വെക്കാം. ഇജോട്ടിയിൽ നിന്ന് ടീന്റെ വാല്യൂ 20 നമുക്ക് കിട്ടും. ജി എന്ന് എഴുതുന്നതിൽ നിന്ന് എന്താണ് ഇവിടെ നിന്നുള്ള ഒരു 7 കണ്ടുപിടിച്ചിട്ട് ജിന്റെ പൊസിഷൻ വാല്യൂ നമുക്ക് 7 ആണെന്ന് കണ്ടുപിടിക്കാം. അടുത്ത ശേഷം വന്നാണ് HS ഹൈസ്കൂൾ എന്നുള്ള കോഡ് വെച്ചിട്ട് എച്ചിന് നമുക്ക് എന്താണ് ഇങ്ങനെ ജസ്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 8 എന്നുള്ള വാല്യൂ കിട്ടും. എസ് എന്ന് പറയുന്നതിന് ഇങ്ങനെ കണക്ട് ചെയ്താൽ നമുക്ക് 19 എന്നുള്ള വാല്യൂ കിട്ടും. അതിനുശേഷം വന്നതാണ് ഐയും ആറും. ഇന്ത്യൻ റെയിൽവേ എന്നുള്ള കോഡ് വെച്ചിട്ട് ആലോചിച്ചിരിക്കാം. ഐനെ വെച്ചിട്ട് നമുക്ക് എന്താണ് 9 ആക്കാം. ആറിനെ വെച്ചിട്ട് എന്താണ് ഓൾറെഡി ഇങ്ങനെ ഉണ്ട്, അപ്പൊ ഇതിനെ വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു 8 എന്നുള്ളത് കിട്ടും. ഓൾറെഡി 8 നമ്മൾ എച്ച് ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ബാക്കി വരുന്നത് എന്താണ് 18 ആണ്. അപ്പൊ ആറിന്റെ വാല്യൂ എന്താണ് 18 ആണെന്ന് കിട്ടും. ഇന്ത്യൻ റെയിൽവേ എന്നുള്ള കോഡ് വെച്ചൊക്കെ. അടുത്താണ് ഇത് ജെയും ക്യൂവും. ജെയിന്റെ വാല്യൂ നമുക്കറിയാം, ഇജോട്ടിയിൽ നിന്ന് ജെയിന്റെ വാല്യൂ 10 എന്ന് കിട്ടും. പിന്നെ എന്താണ് ക്യൂവിന്റെ വാല്യൂ നമ്മൾ പറഞ്ഞു. ക്യൂവിന്റെ നമുക്ക് ഇങ്ങനെ ഒരു 7 വരുന്നുണ്ട്. അപ്പൊ എന്താ അതിനെ നമുക്ക് എന്താണ് ഓൾറെഡി ഒരു 7 നമ്മൾ ഇതിൽ കണ്ടുപിടിച്ചു, ജിയിൽ കണ്ടുപിടിച്ചു. പിന്നെ ഒരു 7 വരുന്ന അപ്പൊ ഏതായിരിക്കും 17 ആയിരിക്കും. അപ്പൊ ക്യൂവിന്റെ വാല്യൂ പൊസിഷൻ വാല്യൂ എന്താണ് നമുക്ക് 17 എന്ന് കിട്ടും. ജെയും ക്യൂ നമ്മൾ പറഞ്ഞു ജാക്ക് ഡാനിയൽ അല്ലെങ്കിൽ ഡി ക്യൂ എന്നുള്ള ആ ഒരു കോഡിൽ നിന്നൊക്കെ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അത് ജസ്റ്റ് എന്തെങ്കിലും ഒരു കോൺസെപ്റ്റില് ഡി ക്യൂ എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണല്ലോ ജെ ക്യൂ എന്ന് പറയുന്നത്. അപ്പൊ അത് ഒരു ഫ്ലോയിൽ കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാണ്. അപ്പൊ ജെയും ക്യൂ എന്താണ് ഓപ്പോസിറ്റ് ആണെന്ന് ആലോചിക്കുക. ജെന്റെ വാല്യൂ 10 ആണ്. ക്യൂവിന്റെ വാല്യൂ എന്താണ് 17 ആണ്. അടുത്ത വന്നതാണ് ഇത് കേരള പോലീസ്. കെയും പിയും ഞാൻ എഴുതുന്നതിൽ പറഞ്ഞു. കെ നമ്മളിങ്ങനെ കുറച്ച് സ്പേസ് വിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അത് 11 എന്ന് വായിക്കാം. പിന്നെ പി എന്ന് പറയുന്നത് എന്താണ് ഒരു 6 തലയിരിച്ചിട്ട പോലെയാണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഓൾറെഡി 6 എന്താണ് എഫ് വന്നതാണ്. അപ്പൊ പിന്നെ ബാക്കിയുള്ള 6 എന്താണ് 16 ആണ്. ഓക്കെ, അപ്പൊ കേരള പോലീസ് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കെയും പിയും ഓപ്പോസിറ്റ് ആണെന്ന് കിട്ടും. അടുത്താണ് ഇത് എല്ലും ഓയും. നമ്മൾ ലവ് എന്ന് പറഞ്ഞു. അതിൽ എന്താണ് എല്ല് എന്താണ് ഒരു വിക്ടറി സിംബൽ പോലെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെരിച്ചിട്ട് കഴിഞ്ഞാൽ വിക്ടറി സിംബൽ പോലെ വരും. അപ്പൊ 2 എന്നുള്ള ഒരു ലെറ്റർ കിട്ടും. അതിന് നമുക്ക് എന്താണ് 12 എന്ന് കണ്ടുപിടിക്കാം. ഓ പിന്നെ 15 ആണെന്ന് നമുക്കറിയാം ഇജോട്ടിയിൽ നിന്ന്. അപ്പൊ യെല്ലോ ഓപ്പോസിറ്റ് ആണ്. അടുത്ത എന്താണ് എമ്മും എന്നും എന്ന് പറഞ്ഞു. അതിലെന്താണ് എമ്മിനെ നമുക്ക് താഴത്ത് 3 പൊസിഷൻസ് ഉണ്ട് എന്നുള്ളത് വെച്ചിട്ട് എന്താണ് 13 എന്ന് വേണമെങ്കിൽ ആലോചിച്ചേക്കാം. എന്നിന്റെ പൊസിഷൻ വാല്യൂ 14 ആണ് വരുന്നത്. എം തന്നെയാണ് ഓപ്പോസിറ്റ്. ഈ എമ്മിന്റെ സെയിം കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇത് നമ്മൾ ഡബ്ല്യുവിനും 3 മുകളിൽ പോയിന്റുകളുണ്ട്, താഴത്ത് 2 ഉണ്ട് എന്നുള്ള നിലയ്ക്ക് 23 എന്ന് കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പൊ ഇതെല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ആൽഫബറ്റിക്കൽ സീരീസ് മുന്നോട്ട് പോവുക. ഇതിനെ വെച്ചിട്ടാണ് നമുക്ക് ആൽഫബറ്റിക് സീരീസ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനും ഉത്തരങ്ങൾ കണ്ടുപിടിക്കാനും ഡീൽ ചെയ്യാനും ഒക്കെ സാധിക്കുക. അപ്പോൾ അതിന്റെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിക്ക് മൂവ് ചെയ്യാണ് നമ്മൾ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. എ സീരീസ് ഈസ് ഗിവൺ വിത്ത് 1 ടേം മിസ്സിംഗ്. അതായത് നമ്മുടെ ലാസ്റ്റ് ടേം ഒരെണ്ണം മിസ്സിംഗ് ആണ്.
സെലക്ട് ദ കറക്റ്റ് ആൾട്ടർനേറ്റീവ് ഫോം ഫ്രം ദി ഗിവൺ വൺസ് ദാറ്റ് വിൽ കംപ്ലീറ്റ് ദ സീരീസ്. ഓക്കെ, നിങ്ങൾ ഇങ്ങനത്തെ സീരീസ് ക്വസ്റ്റ്യനിൽ നിങ്ങൾ മൊത്തം ക്വസ്റ്റ്യൻസ് വായിച്ച് ചിലപ്പോൾ സമയം കളയണമെന്നില്ല. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും സെയിം ഫോർമുലയിലാണ് വരിക. അതായത് നിങ്ങൾക്ക് ഒരു സീരീസ് തരും, അതിന്റെ ലാസ്റ്റ് ഒരു ഇത് ലാസ്റ്റ് പൊസിഷൻ ചിലപ്പോൾ വിട്ടിട്ടുണ്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ 2 പൊസിഷൻ തന്നിട്ടുണ്ടായിരിക്കും, മൂന്നാമത്തെ പൊസിഷൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, ബ്ലാങ്ക് ആയിട്ട് വിട്ടിട്ടുണ്ടാവും. എന്നിട്ട് 4ഉം 5ഉം തന്നിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് 1ഉം 2ഉം തമ്മിലുള്ള റിലേഷൻ നോക്കണം, 4ഉം 5ഉം തമ്മിലുള്ള റിലേഷൻ നോക്കണം. അപ്പൊ നമുക്കൊരു കോമൺ ഫാക്ടർ എന്ന് ഫീൽ ചെയ്യാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ 2ഉം 3ഉം തമ്മിലുള്ള റിലേഷൻ ആയി നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ആ സെയിം റിലേഷൻ തന്നെ എന്താണ് 3ഉം 4ഉം തമ്മിലും ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ് സാധാരണ ഇതിൽ സീരീസ് ക്വസ്റ്റ്യൻസ് വരാറ്. അപ്പോൾ മൊത്തം ക്വസ്റ്റ്യൻസും വായിച്ച് ചില സമയങ്ങളിൽ സമയം കളയരുത്. നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് ചെയ്തു പോകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഈ പൊസിഷൻ വാല്യൂസ്, ഓരോ ലെറ്റേഴ്സിനും പൊസിഷൻ വാല്യൂസ് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇത് പെട്ടെന്ന് ചെയ്യാനും കൂടി സാധിക്കും. ഓക്കെ, ഇത് നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ പേപ്പറൊക്കെ എടുത്ത് എഴുതുകയൊന്നും ചെയ്യരുത്. ഇതൊന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് തന്നെ ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ കഴിയും ചിലത്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. എന്താണ് ABCD CUKA ENSX GGAU. ഓക്കെ, അപ്പൊ ഇതിൽ നോക്കുമ്പോൾ ഇതിന്റെ 5th ലെറ്ററിൽ 5th പൊസിഷനിൽ വരുന്നതിന്റെ ആൻസർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിൽ എല്ലാത്തിന്റെയും നമുക്ക് പൊസിഷൻസ് അറിയാം. എന്റെ വാല്യൂ എന്താണ് 1, ബിന്റെ 2, 3, സിന്റെ 3 ആണ്, ഡിന്റെ 4 ആണ്. അപ്പൊ ആദ്യത്തെ തന്നിരിക്കുന്ന ഇത് എന്താണ്, മൊത്തം അടുപ്പിച്ചിട്ടുള്ള നമ്പേഴ്സ് ആണ്. ABCD എന്ന് പറയുന്ന അടുപ്പിച്ചിട്ടുള്ള നമ്പേഴ്സ് ആണ്. പക്ഷെ അതിന്റെ തൊട്ടടുത്ത ലെറ്റേഴ്സ് നോക്കി നോക്കൂ, CUKA. ഇത് തൊട്ടടുത്തുള്ള നമ്പേഴ്സ് ആണോ? അല്ല. കാരണം എന്താണ്, സിന്റെ വാല്യൂ 3 ആണ്, യുവിന്റെ വാല്യൂ എന്താണ് 21 ആണ്, കെന്റെ വാല്യൂ എന്താണ് 11 ആണ്, എന്റെ വാല്യൂ എന്താണ് 1 ആണ്. ഇത് തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ. നമ്മൾ ആദ്യത്തെ ഇതിൽ ABCDയിൽ എന്താണ് 1, 2, 3, 4 എന്നല്ലേ വന്നത്. പക്ഷെ അതേ ഫോർമാറ്റിലാണോ രണ്ടാമത്തെ ഇത് കിടക്കുന്നത്? അല്ല. അതേപോലെ തന്നെ മൂന്നാമത്തെ നോക്കി നോക്കൂ, 5. ഇന്റെ വാല്യൂ എന്താണ് 5 വരും, എന്റെ വാല്യൂ എന്താണ് 14, എസിന്റെ വാല്യൂ എന്താണ് 19, എക്സിന്റെ വാല്യൂ എന്താണ് 24. ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല. അപ്പോ ആദ്യത്തെ ലെറ്ററിൽ കാണിച്ച പോലെ തന്നെ തൊട്ടടുത്തുള്ള നമ്പേഴ്സ് തമ്മിൽ എടുത്ത് എഴുതുകയല്ല നമ്മുടെ സീരീസ് എന്ന് നമുക്ക് അതിൽ തന്നെ മനസ്സിലാവും. അതിനാണ് ഈ നമ്പേഴ്സ് ഓർമ്മ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. നമ്പേഴ്സ് ഓർമ്മ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല, ഇതൊന്നും അടുത്തടുത്തല്ല, നല്ല ഡിഫറൻസ് ഉണ്ട്, ഒരു ഫോർമാറ്റ് അല്ല ഇത് ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അവിടെ തന്നെ കിട്ടും. അപ്പൊ ഇനി ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ചിലത് ക്വസ്റ്റ്യൻസിന് നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് തന്നെ ചിലപ്പോൾ ഒറ്റ ലെറ്റേഴ്സിന്റെ റിലേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കുള്ളൂ. പക്ഷെ ആ ഒരു ഒറ്റ റിലേഷൻ കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും, ആൻസറിലേക്ക് പോകാൻ കഴിയും. കാരണം ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് ഒറ്റയടിക്കാൻ അതിന്റെ ആൻസറിലേക്ക് പോകാൻ കഴിയും. ഇപ്പൊ അതിനൊരു എക്സാമ്പിൾ കൂടിയാണ് ഈ ക്വസ്റ്റ്യൻ. ഞാനത് എങ്ങനെയാണെന്ന് വന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പൊ നോക്കൂ, ഇതില് എയും സിയും ഫസ്റ്റത്തെ വേർഡിൽ നിന്ന് എ ഞാൻ എടുക്കുകയാണ്. എന്റെ വാല്യൂ എന്താണ് 1 ആണ്. രണ്ടാമത്തേതിൽ നിന്ന് സിന്റെ വാല്യൂ ഞാൻ എടുക്കുകയാണ്. സിന്റെ വാല്യൂ എന്താണ് 3 ആണ്. മൂന്നാമത്തെ വേർഡിൽ നിന്ന് ഞാൻ ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള ഇന്റെ വാല്യൂ എടുത്തത് എന്താണ്, ഇത് 5 ആണ്. നാലാമത്തെ വേർഡിൽ നിന്ന് ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള ജിന്റെ വാല്യൂ എടുത്തത് എന്താണ് 7 ആണ്. ഇത് തമ്മിൽ തന്നെ നമുക്കൊരു റിലേഷൻ കാണാൻ കഴിയില്ലേ? എന്താണ്, നമുക്ക് സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. ഒരു കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ കോമൺ ഫാക്ടർ എല്ലാ ലെറ്റേഴ്സിന്റെ ഇടയിൽ ഉണ്ടായിരിക്കും എന്നുള്ളതല്ലേ. ഇപ്പൊ നമ്മൾ നമ്പർ സീരീസ് പഠിച്ചപ്പോൾ പറഞ്ഞു, ഒന്നെങ്കിൽ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അഡിഷൻ ഉണ്ടായിരിക്കും, സബ്സ്ട്രാക്ഷൻ ഉണ്ടായിരിക്കും, ഡിവിഷൻ ഉണ്ടായിരിക്കും, ഏഹ് അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വരാം. അങ്ങനത്തെ ഒരു കോമൺ റിലേഷൻ നമുക്ക് എല്ലാ വേർഡിന്റെ ഇടയിൽ അല്ലെങ്കിൽ എല്ലാ ലെറ്റേഴ്സിന്റെ ഇടയിൽ കാണാൻ കഴിയും. അതാണ് ഒരു സീരീസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്താണ്, ആദ്യത്തെ വേർഡ് ആയിട്ടുള്ള ABCDയിൽ നിന്ന് ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള എ ആണ് നമ്മൾ എടുക്കുന്നത്. അതിന്റെ വാല്യൂ എന്താണ് 1 ആണ്. രണ്ടാമത്തെ CUKയിൽ നിന്ന് ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള സി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വാല്യൂ വരുന്നത് 3 ആണ്. മൂന്നാമത്തെ വേർഡ് ആയിട്ടുള്ള ENSXൽ നിന്ന് ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള ഇ എടുത്തു കഴിഞ്ഞാൽ പൊസിഷൻ വാല്യൂ എന്താണ് 5 ആണ് വരിക. നാലാമത്തെ GGAയിൽ നിന്ന് പൊസിഷൻ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് 7 എന്നാണ് വരിക. അങ്ങനെയാണെങ്കിൽ അടുത്ത 5ാമത്തെ വേർഡിൽ നിന്ന് ഫസ്റ്റ് ലെറ്ററിന്റെ വാല്യൂ എന്തായിരിക്കണം, 9 ആയിരിക്കണം. അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇവിടെ എന്താണ് 2 ആഡ് ചെയ്തു, 1 കൂടെ 2 ആഡ് ചെയ്തപ്പോൾ 3, 3 കൂടെ 2 ചെയ്തപ്പോൾ 5, 5 കൂടെ 2 ആഡ് ചെയ്തപ്പോൾ 7, 7 കൂടെ 2 ആഡ് ചെയ്ത് എന്ത് വരണം, 9 വരണം. 9 എന്ന് പറയുന്ന ലെറ്റർ ഏതാണെന്ന് നമുക്കറിയാം, I ആണ് അല്ലെ. I എന്ന് പറയുന്ന ലെറ്റർ ആണ് ഇത് 9 എന്ന് പറയുന്നത് അല്ലെ. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോ ലെറ്റേഴ്സിന് പൊസിഷൻ വാല്യൂസ് അറിയണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അപ്പോ ഇതിലിപ്പോ നോക്കി നോക്കൂ, I ആണ് നമുക്ക് അടുത്തത് വരേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലെ. I ആണ് വരേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്താണ് ഓപ്ഷൻ ബി ക്യാൻസൽ ചെയ്യാം. കാരണം സ്റ്റാർട്ടിങ് എന്താണ് M വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി എന്താണ്, നമുക്ക് ഇതിൽ നിന്ന് തന്നെ ക്യാൻസൽ ചെയ്ത് കളയാം.
ഇനി ബാക്കിയുള്ളത് എന്താണ്? 3 ഓപ്ഷൻസ് ആണ്. എ, ഒന്നാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ ഓപ്ഷൻ, 3 ഓപ്ഷൻസ് ആണ് ഇപ്പൊ നിലനിൽക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ ഇതിന്റെ തൊട്ടടുത്ത ലെറ്റർ വെച്ചിട്ടുള്ള ഫസ്റ്റ് ലെറ്ററിന്റെ ഫസ്റ്റ് വേർഡിലെ സെക്കൻഡ് ലെറ്റർ ആയിട്ടുള്ള എന്താണ്? ബി എടുക്കുന്നു. ബിന്റെ വാല്യൂ നമുക്ക് എന്താണ് അറിയാം? 2 ആണെന്ന് അറിയാം. ഇതിലെന്താണ്? യു എന്ന് പറയുന്നത് എന്താണ്? 21 ആണ് അല്ലെ? യു എന്ന് പറയുന്നത് എന്താണ്? 21 ആണ്. എൻ എന്ന് പറയുന്നത് എന്താണ്? 14 ആണ്. ജി എന്ന് പറയുന്നത് എന്താണ്? 7 ആണ്. ഇത് നമുക്ക് ഒരുമിച്ച് എഴുതാം. 2, 21, 14, 7. ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു റിലേഷൻ കിട്ടിക്കൊള്ളുന്നില്ല ഇത് തമ്മിൽ. പക്ഷെ ഇവിടുത്തെ റിലേഷൻസ് നോക്കി നോക്കൂ. 7ഉം 14ഉം തമ്മിൽ എത്രയുടെ വ്യത്യാസമുണ്ട്? 7ന്റെ വ്യത്യാസമുണ്ട്. 14ഉം 21ഉം തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? 7 ഉണ്ട്. അപ്പൊ 21ഉം 7ഉം കൂടി കൂട്ടിയാൽ നമ്മൾ വിചാരിക്കും 28 അല്ലേ വരേണ്ടത്, പിന്നെ എങ്ങനെയാണ് ഇപ്പൊ 2 വന്നതെന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ആൽഫബറ്റിക്കൽ സീരീസിൽ എന്താണ് 26 വരെയല്ലേ ഉള്ളൂ. അതായത് സെഡ് വരെയല്ലേ ഉള്ളൂ, നമുക്ക് 26 വരെയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എവിടേക്കാണ് തിരിഞ്ഞു പോകേണ്ടത്? നമ്മുടെ എവിടേക്കാ തിരിഞ്ഞു പോകേണ്ടത്? സെഡ് വരെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും എവിടേക്ക് തന്നെ പോകണം? സെഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ എയിലേക്ക് തന്നെ തിരിച്ചു പോകണം അല്ലെ? സെഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സെഡ് 26 വരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും എവിടെ തന്നെ വരാം? ഒന്നിക്ക് തന്നെ വരണം. 1, 2, 3 എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ റൊട്ടേഷൻ ആണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആൽഫബറ്റിക്കൽ സീരീസിൽ ആകപ്പാടെ 26 ലെറ്റേഴ്സ് അല്ലേ നമുക്കുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? സെഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 26ക്ക് തന്നെ തിരിച്ചു വരേണ്ടി വരും. അപ്പൊ ഇവിടെ നോക്കി നോക്കൂ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വന്നു? ഇവിടെ നമ്മൾ നേരത്തെ മറ്റേ ഇത് പറഞ്ഞു. പറഞ്ഞ നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു? 2, 21, 14, 7. ഓക്കെ. അപ്പൊ എന്ത് ചെയ്തു? 7 കൂടെ 7 കൂട്ടി 14, 14 കൂടെ 7 കൂട്ടി 21, 21 കൂടെ 7 കൂട്ടിയാൽ 28 വരണം. പക്ഷെ എന്ത് ചെയ്തു? 26ല് നമ്മുടെ ആൽഫബറ്റിക്കൽ സീരീസ് കഴിഞ്ഞു. പിന്നെ ബാക്കി എന്തുണ്ട്? 2 എണ്ണം കൂടി ഉണ്ട്. അപ്പൊ 2, ഈ 2 ബാക്കിയുള്ള 2 എന്ന് പറയുന്നത് എന്താണ്? 2ന്റെ വാല്യൂ എന്താണ്? പി എൻ അല്ലേ? കാരണം 1, 2, അതായത് ബാക്കി 2 എണ്ണം ഉണ്ട്. അപ്പൊ അടുത്ത ലെറ്റർ സെറ്റ് കഴിഞ്ഞാൽ പിന്നെ ഏത് വരും? എ വരും. അത് കഴിഞ്ഞാൽ എന്താണ്? ബി വരും. അതായത് ആ ബി ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ബി. അപ്പൊ ഇതിനെ ശരിക്കും ആക്ച്വലി നമ്മളിപ്പോ ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പറഞ്ഞു വന്നത്. അപ്പൊ തിരിച്ചു പറഞ്ഞാൽ നമുക്ക് എന്ത് വരും? ആദ്യത്തെ 2ൽ നിന്ന് -7 ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? 21 കിട്ടിയത്. 21ൽ നിന്ന് -7 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 14 കിട്ടി. അതിൽ നിന്ന് -7 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 7 കിട്ടി. അപ്പൊ ഇതിൽ നിന്നും -7 ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 7ൽ നിന്ന് -7 ചെയ്ത് നമുക്ക് എന്ത് വരും? 0. 0 എന്ന് പറഞ്ഞ ലെറ്റർ നമുക്ക് ഉണ്ടോ? ഇല്ല. 1 എ എന്ന് പറയുന്ന ലെറ്ററോട് കൂടി നമ്മുടെ ആൽഫബറ്റിക്കൽ സീരീസ് കഴിഞ്ഞു. അപ്പൊ പിന്നെ അതിന്റെ ബാക്ക് സൈഡിലേക്ക് വന്നാൽ നമുക്ക് എന്താണ് വരിക? സെഡ് 26 എന്ന് പറയുന്ന ലെറ്റർ ആയിട്ടുള്ള സെഡ് ആണ് നമുക്ക് കിട്ടേണ്ടത്. അത് ക്ലിയർ ആയി എന്ന് നിങ്ങൾക്ക് വിചാരിക്കുന്നു. അതായത് ബിയിൽ നിന്ന് 7 കുറച്ചിട്ട് 21 ആണ് വരുന്നത്. ആ ആൽഫബറ്റിക്കൽ സീരീസ് ആലോചിക്കുക. സാധാരണ രീതിയിൽ ആചരിക്കുകയല്ല വേണ്ടത്. നമ്മൾ ഒരു റൊട്ടേഷൻ പോലെയാണ്, ഇതൊരു സർക്കിൾ പോലെയാണ് ഇത് മൊത്തത്തിൽ നിൽക്കുന്നത് ആൽഫബറ്റിക്കൽ സീരീസ്. അപ്പൊ 26 കഴിഞ്ഞു കഴിഞ്ഞാൽ മുമ്പോട്ടാണ് പോകുന്നതെങ്കിൽ 26 കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന നമ്പർ പിന്നെ 27 അല്ല 1 ആണ് വരിക. അതേസമയം 1ന്റെ ബാക്കിക്ക് വരികയാണെങ്കിൽ നമുക്ക് എന്ത് വരും? 26, 25 അങ്ങനെയാണ് വരിക. അപ്പൊ ബിയിൽ നിന്ന് 7 കുറയ്ക്കുമ്പോൾ നമുക്ക് 21 വന്നു. 21ൽ നിന്ന് 7 കുറച്ചിട്ട് നമുക്ക് എന്ത് വന്നു? 14 വന്നു. 14ൽ നിന്ന് 7 കുറച്ച് 7 വന്നു. അപ്പൊ ഇനി 7ൽ നിന്ന് 7 കുറച്ച് നമുക്ക് എന്താണ് വരേണ്ടത്? അടുത്ത ലെറ്റർ ഏതാണ് പറഞ്ഞു? സെഡ് ആണെന്ന് പറഞ്ഞു. ആ സെഡ് എന്നുള്ള ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇവിടെ ആൻസർ കിട്ടിയില്ല. ശരിക്ക് ഐ ആണ് ആദ്യത്തെ ലെറ്റർ എന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ ലെറ്റർ എന്താണ്? ഇപ്പൊ സെറ്റ് ആണ്. അപ്പൊ എന്താണ് നമ്മുടെ ഓപ്ഷൻ? എന്തായിരിക്കും? IZIR എന്നുള്ളതാണ് നമ്മുടെ ഓപ്ഷൻസ് വരിക. എങ്കിൽ കൂടി നമ്മൾ ബാക്കിയുള്ള ലെറ്ററും കൂടി ഇവിടെ എങ്ങനെ വന്നു എന്നുള്ളത് ഡീൽ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവണം എന്നുള്ളത് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും അത് ഡീൽ ചെയ്യുന്നുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും പറയുന്നുണ്ട്. അതിന് എല്ലാ ലെറ്റേഴ്സിന്റെയും പൊസിഷൻ വാല്യൂ വെച്ചിട്ട് എങ്ങനെയാണ് ഇത് മൊത്തത്തിൽ വന്നതെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ സിന്റെ വാല്യൂ എന്താണ്? 3 ആണ്. അപ്പൊ ആദ്യത്തെ ABCD നിന്ന് സിന്റെ മൂന്നാമത്തെ ആയിട്ടുള്ള ലെറ്റർ ആയിട്ടുള്ള സിന്റെ വാല്യൂ പൊസിഷൻ വാല്യൂ നമ്മൾ എടുത്ത എന്താണ്? 3 ആണ് വരിക. പിന്നെ വരുന്ന രണ്ടാമത്തെ എന്താണ്? കെ എന്ന് പറഞ്ഞ എന്താണ്? 11. കെന്റെ ഓപ്പോസിറ്റ് ലെറ്റർ ഏതായിരുന്നു? പി ആയിരുന്നു. KP, കേരള പോലീസ് ആലോചിക്കണം. അടുത്താണ് വന്നത് ഏതാണ്? മൂന്നാമത്തെ വേർഡ് നിന്ന് ENSXൽ നിന്ന് എസിന്റെ വാല്യൂ എന്താണ്? 19. എസ് നമ്മൾ പറഞ്ഞു. ആ 9 എസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? 9 എന്നുള്ള ഒരു ലെറ്റർ കിട്ടും. അപ്പൊ 19. എസിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഏതാണ്? ഹൈസ്കൂൾ, H 8. ഓക്കെ. അതിനുശേഷം വന്നതാണ് ഇത് GGAUവിൽ നിന്ന് 1. അപ്പൊ ഇവിടെ വ്യത്യാസം മനസ്സിലാക്കി നോക്കൂ. 3 കൂടെ എന്ത് ചെയ്തപ്പോഴാണ് 11 കിട്ടുക? 8 കൂട്ടിയപ്പോൾ. 11 കൂടെ 8 കൂട്ടിയപ്പോൾ 19. 19 കൂടെ 8 കൂട്ടിയപ്പോ 27. 27 എന്ന് പറഞ്ഞ ലെറ്റർ നമുക്ക് ഉണ്ടോ? ഇല്ല. 26 കൂടി കഴിഞ്ഞു. അപ്പൊ തൊട്ടടുത്ത 1 എന്ന് പറയുന്ന ഏതായിട്ട് വരും? A ആയിട്ട് വരും.
ഓക്കെ, അങ്ങനെയാണ് ഇവിടെ എ വന്നത്. അപ്പൊ എ എന്ന് പറയുന്നത് എന്താണ്, 1 കൂടെ 7 കൂട്ടിയാൽ അപ്പൊ നമുക്ക് ഇനി അടുത്ത് കിട്ടേണ്ട ലെറ്റർ ഏതാണ്? 8. സോറി, 1 കൂടെ 8 കൂട്ടിയിട്ട് 7 അല്ല 8 ആണ് കൂട്ടേണ്ടത്. 1 കൂടെ 8 കൂട്ടിയിട്ട് നമുക്ക് എന്ത് വരും? 9. 9 എന്ന് പറയുന്ന ലെറ്റർ ഏതാണ്? ഐ. ആ ഐ എൻ അല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോ നോക്കി നോക്കൂ. അപ്പൊ ആദ്യത്തെ ലെറ്റർ എ ബി സി ഡി എന്ന് പറയുന്നതിലെ ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള എന്റെ ഒപ്പമുള്ള നമ്മൾ നടന്ന ഫംഗ്ഷൻ എന്താണ് പറയുന്നത്? +2 കൂട്ടി പോവായിരുന്നു. എല്ലാ ലെറ്ററിന്റെയും ഫസ്റ്റ് ലെറ്റർ കൂടെ എന്താണ് +2 കൂട്ടി പോവാണ്. എല്ലാ ലെറ്ററിന്റെയും എല്ലാ വേർഡിന്റെയും സെക്കൻഡ് ലെറ്റർ കൂടെ എന്താണ് ചെയ്യുന്നത്? നമ്മൾ -7 ചെയ്യാണ് ചെയ്തത്. എല്ലാ വേർഡിന്റെയും തേർഡ് ലെറ്റർ കൂടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? +8 ആഡ് ചെയ്യാണ് ചെയ്തത്. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്? ഫോർത്ത് ലെറ്ററും കൂടിയും എല്ലാ വേർഡിന്റെയും ഫോർത്ത് ലെറ്ററും കൂടി എങ്ങനെയാണ് വന്നത് നോക്കണം. ആദ്യത്തേൽ എന്താണ്? ഡി ആണ് നാലാമത്തേത്. ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? 4 തന്നെയാണ് പൊസിഷൻ വാല്യൂ. പിന്നെ വന്നത് എന്താണ്? എ എന്ന് പറയുന്നതാണ് 1. പിന്നെ എന്താണ്? എക്സ് എന്താണ് ഈ പറഞ്ഞത്? നമ്മൾ 24. 24 ഓർത്തേക്കാൻ വേറെ കോഡും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. നമ്മൾ എന്താണ് ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഓർമ്മ വന്നതാണ്. നമ്മൾ ഈ 24/7 എന്ന് പറയാറില്ലേ നമ്മൾ ന്യൂസിന്റെ ഒക്കെ? 24/7 എന്ന് പറയാറില്ലേ? അപ്പൊ ഇതിൽ 7 നമ്മൾ വിട്ടേക്ക്. ഈ 24/7, ഈ 24 എന്ത് കിട്ടി? ഇൻഡു എന്ന് പറയുന്നത് നമ്മൾ എക്സ് ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ 24, എക്സിന്റെ വാല്യൂ എന്താണ്? 24 എന്ന് കിട്ടും. ഇത് എനിക്കിപ്പോ പെട്ടെന്ന് ഓർമ്മ വന്നതാണ്, ഓർമ്മ ഉണ്ടായിരുന്നില്ല നേരത്തെ പറയാനായിട്ട്. അപ്പൊ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഓർത്ത് വെക്കാം. അപ്പൊ നമ്മളിപ്പോ ഇവിടെ പറഞ്ഞത് എന്താണ്? 4, 1, 24, പിന്നെ എന്ത് വന്നു? 21. അതായത് ഇവിടെ എന്ത് ചെയ്തു? -3 ചെയ്തു. 4 കൂടെ -3 ചെയ്തപ്പോ 1 വന്നു. 1 കൂടെ -3 ചെയ്തപ്പോ നമുക്ക് എന്ത് വന്നു? 24. ഇപ്പൊ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് പിടുത്തം കിട്ടിയല്ലോ അല്ലെ? അതിന് ശേഷം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ്? സെഡ് വൈ എക്സ് എന്ന് പറയുന്ന ആ സീരീസിലേക്കാണ് വരേണ്ടത് എന്നുള്ള പിടുത്തം കിട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ? പിന്നെ എന്താണ്? 24 3 പറഞ്ഞപ്പോ 21 വന്നു. അപ്പൊ 21 3 പറഞ്ഞാൽ നമുക്ക് പിന്നെ വരേണ്ടത് എന്താണ്? 18. 18 എന്ന് പറയുന്നത് ഏതാണ്? നമുക്കറിയാം 6ആണ്. ഐന്റെ 6 നമ്മളിങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് 18 വായിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ്? IZIR. ഇനി ആറിന്റെ ഓപ്പോസിറ്റ് ലെറ്റർ ഏതാണ്? ഐ ആണ്. ഇന്ത്യൻ റെയിൽവേ. ഓക്കെ, അതും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇതിന്റെ നമുക്ക് ഫസ്റ്റത്തെ ആൻസർ ഏതാണെന്ന് കിട്ടി? IZIR ആണെന്ന് കിട്ടി. ഓക്കെ, അതിനുശേഷം പിന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. അവിടെ ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കി. നേരത്തെ വായിച്ച സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇതും. എ സീരീസ് ഈസ് ഗിവൺ വിത്ത് 1 ടേം മിസ്സിംഗ്. ഒരു ടേം മിസ്സിംഗ് ആയിട്ടുള്ള ഒരു സീരീസ്, അതിനെന്താണ് ആൾട്ടർനേറ്റീവ് ഫോംസ്, ആ സീരീസ് കംപ്ലീറ്റ് ചെയ്യുക. അത് തന്നെയാണ്, സെയിം സാധനം തന്നെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ വെറുതെ അതിങ്ങനെ കുറച്ച് ചിലപ്പോൾ വെറുതെ കുറെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഇവിടെ മിസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അത് കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ വലിയ ലെക്ചേഴ്സ് വലിയ ഒരു ഇതായിട്ട് തന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾ അത് വായിച്ചിട്ട് സമയം കളയരുത് വെറുതെ. നമ്മുടെ ലക്ഷ്യം എന്താണ്? ഏറ്റവും കുറഞ്ഞ ടൈമിൽ ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ വന്നതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇത്. JAF, JEF, JIF, JOF. അപ്പൊ ഇനി അടുത്തത് എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഇതിൽ തന്നെ ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ തന്നെ ഒരു കാര്യം നമുക്ക് ഇതിന്ന് ഒരു സിമിലാരിറ്റി ഫീൽ ചെയ്യാൻ കഴിയും. എല്ലാ ലെറ്റേഴ്സും തമ്മിലുള്ള അല്ലെങ്കിൽ എല്ലാ വേർഡുകളും തമ്മിലുള്ള ഒരു സിമിലാരിറ്റി നമുക്ക് ഫീൽ ചെയ്യാം. അതെന്താണ്? ആദ്യത്തെ ലെറ്റർ ആയിട്ടുള്ള ജെയും ലാസ്റ്റത്തെ ലെറ്റർ ആയിട്ടുള്ള എഫും ഇതിന് ഒരു ചേഞ്ചും വരുന്നില്ല. എല്ലാത്തിലും നോക്കി നോക്കൂ. JF, JF. ഇത് മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. ചേഞ്ച് ആവുന്നില്ല. ഇത് എന്താണ്? എല്ലാ വേർഡിലും സെയിം ആണ്. ഫസ്റ്റ് ലെറ്ററും തേർഡ് ലെറ്ററും എന്താണ്? സെയിം ആണ്. ചേഞ്ചേ ആവുന്നില്ല. അപ്പൊ ചേഞ്ച് ആവുന്ന ഒരേ ഒരു സാധനം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സെൻട്രൽ ലെറ്റേഴ്സ് ആയിട്ടുള്ള മിഡിൽ ലെറ്റേഴ്സ് ആണ്. എല്ലാത്തിന്റെയും മിഡിൽ ലെറ്റേഴ്സ് മാത്രമാണ് ചേഞ്ച് ആവുന്നത്. അപ്പൊ അതിന്റെ നമ്പേഴ്സ് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പൊ എ ആണ് ഫസ്റ്റത്തിൽ എന്താണ്? JAF എ എന്ന് പറയുന്നതാണ് മിഡിൽ ലെറ്റർ. അപ്പൊ എന്താണ്? അതിന്റെ വാല്യൂ 1 ആണ്. രണ്ടാമത്തേൽ എന്താണ്? JEF. അപ്പൊ ഇന്റെ വാല്യൂ എന്താണ്? 5 ആണ്. അടുത്ത എന്താണ്? JIF. ഐന്റെ വാല്യൂ എന്താണ്? 9 ആണ്. പിന്നെ എന്താ വന്നത്? O ആണ്. JOF. OF എന്താ പറഞ്ഞത്? 15 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കിപ്പോ എന്താണ് ഒരു ഇത് കാണാൻ കഴിയുന്നത്? ഇവിടെ 4 കൂട്ടിയിട്ടുണ്ട്, ഇവിടെയും 4 കൂട്ടിയിട്ടുണ്ട്. ഇവിടെ എന്താണ്? 9 കൂടെ പക്ഷെ എന്താണ്? 6 ആണ് കൂട്ടിയത് അല്ലെ? അപ്പൊ ഇവിടെ എന്താണ്? നമ്മൾ ആ പറയുന്ന ഒരു ഇത് തെറ്റിപ്പോയി. അതായത് 1, 5, 9, 15 എന്നാണ് കിടക്കുന്നത്. ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ എന്താണ്? കോമൺ ഡിഫറൻസ് 4 ഉണ്ട്. 5, 9 തമ്മിൽ ഒരു കോമൺ ഡിഫറൻസ് 4 ഉണ്ട്. അപ്പൊ ഇത് വീണ്ടും 4 ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയായിരുന്നു? ഈ 4 കൂടി പോകുന്നതാണെന്ന് പറയുന്നു. പക്ഷെ ഇവിടെ നമുക്ക് എന്താണ് വ്യത്യാസം വന്നത്? 6 ആണ് വ്യത്യാസം വന്നത്. അപ്പൊ ഈ ഒരു കോമൺ ഡിഫറൻസ് അല്ല. അപ്പൊ ഇതല്ല നമ്മുടെ സീരീസിന്റെ ബേസ്. നമുക്ക് ഇത് തന്നെ മനസ്സിലാവും. അപ്പൊ പിന്നെ എന്താണ് ബാക്കി ബേസ്?
ബാക്കി ബേസ് അപ്പൊ എന്താണ് ശരിക്കുള്ള ബേസ് എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഓപ്ഷൻസ് നോക്കിയിട്ട് തന്നെ ആൻസർ കണ്ടുപിടിക്കാം. ഓപ്ഷൻസ് എന്താണ്? JUF ആണ്. കാരണം എന്താണ്? ജെയും എഫും എല്ലായിടത്തും സെയിം ആണ്, അവിടെ മാറുന്നില്ല. അപ്പോൾ JF ആണെന്ന് തന്നെ കിട്ടും, ഇതിൽ തന്നെ കിട്ടും. എങ്കിലും ഞാൻ കോൺസെപ്റ്റ് പറയാണ്. ഇതിൽ നോക്കി നോക്കും, മിഡിൽ ലെറ്റേഴ്സ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? AEI ഓ, ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാലോ ഇത് എന്താണ്? വവ്വൽസ് ആണ് അല്ലെ? AEIOU എന്ന് പറയുന്നത് നമ്മുടെ വവ്വൽസ് ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തേൽ എന്താണ്? A വന്നു, രണ്ടാമത്തേൽ എന്താണ്? സെക്കൻഡ് വവ്വൽ ആയിട്ടുള്ള E വന്നു, മൂന്നാമത്തേൽ I വന്നു, നാലാമത്തേൽ എന്താണ്? നാലാമത്തെ വവ്വൽ ആയിട്ടുള്ള O വന്നു. അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തേൽ എന്ത് വരണം? അഞ്ചാമത്തെ വവ്വലായിട്ടുള്ള U വരണം അല്ലെ? അതന്നെയല്ലേ ഇവിടെയും വന്നിരിക്കുന്നത്, JUF. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് ശരിക്കും ആക്ച്വലി ഇതിന്റെ ആൻസർ വരുന്നത്. ഇപ്പൊ ഇവിടെ നമുക്ക് JUF എന്ന് പറഞ്ഞിട്ട് POT എന്ന് പറയുന്ന ഒരു ഓപ്ഷന് പകരം നമുക്ക് JRF എന്ന് തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഇപ്പൊ ആൻസർ കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? പെട്ടെന്ന് തന്നെ ഉത്തരം കണ്ടുപിടിച്ചാണ്, ഓപ്ഷൻസ് വെച്ചിട്ട് ഉത്തരം കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? ജെയും എഫും ചേഞ്ച് ആവേണ്ട നിൽക്കുന്നു എന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ചത്. പക്ഷേ ഇവിടെ നോക്കി നോക്കൂ, ഇപ്പൊ ഈ ഒരു JRF എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, ഈ ഫോർത്ത് ഓപ്ഷന് പകരം JRF എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ കഴിയുമോ? കഴിയില്ല. കാരണം എന്താണ്? രണ്ടിടത്തും ജെയും എഫും ഉണ്ട്. സെൻട്രൽ മിഡിൽ ലെറ്റർ മാത്രമാണ് ചേഞ്ച് ആവുന്നത്. അപ്പൊ U ആണോ R ആണോ എന്ന് മനസ്സിലാവണം. അപ്പൊ അത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് എല്ലാതും വവ്വൽസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താണ്? ഇതിന്റെ ഫിഫ്ത്ത് വേർഡിന്റെയും സെൻട്രൽ ലെറ്റർ എന്തായിരിക്കും? വവ്വലായിരിക്കും. അത് ഏതാണ് നമുക്ക് വരുന്നത്? JUF ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ് വരുന്നത്? തേർഡ് ആൻസർ ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത സീരീസ് വന്നിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാത്തിനും സെയിം തന്നെയാണ്. അത് കാരണം ഞാൻ പിന്നെ ആദ്യത്തെ 3 നിങ്ങൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദ്യത്തെ 3 അങ്ങനത്തെ ഒരു വെറുതെ എടുത്തിട്ടുണ്ടായിരുന്നു. സെയിം സാധനം തന്നെയാണ് വരുന്നത്. പിന്നെ അതിനുശേഷമുള്ള ക്വസ്റ്റ്യൻസിൽ ഞാൻ പിന്നെ അങ്ങനെ എടുത്തിട്ടില്ല. അത് നിങ്ങൾ കാര്യമാക്കണ്ട, അത് അത്യാവശ്യമല്ല. നമുക്ക് വേണ്ടത് എന്താണ്? ക്വസ്റ്റ്യൻ കാണുക, പെട്ടെന്ന് തന്നെ അതിന്റെ ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഇതിൽ നോക്കി നോക്കും, അടുത്ത സീരീസ് വന്നിരിക്കുന്നത് എന്താണ്? WXCD UVEF STGH QRIJ. ഓക്കെ, ഇതിലിപ്പോ നമ്മൾ ഫസ്റ്റ് സീരീസിൽ കണ്ടുപിടിച്ചതുപോലെ തന്നെയാണ് ആൾമോസ്റ്റ് എല്ലാ സീരീസുകളിലും വരിക. എങ്ങനെ? ഒരു റിലേഷൻ, ഫസ്റ്റ് വേർഡും സെക്കൻഡ് വേർഡിൽ ഫസ്റ്റ് വേർഡിലെ ഫസ്റ്റ് ലെറ്ററും സെക്കൻഡ് വേർഡിലെ ഫസ്റ്റ് ലെറ്ററും തമ്മിൽ റിലേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ തേർഡ് വേർഡിലെ ഫസ്റ്റ് ലെറ്ററും, അങ്ങനത്തെ ഒരു കോമൺ റിലേഷൻ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമുക്ക് ഇവിടെ ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ എന്താണ്? ഫസ്റ്റ് വേർഡിലെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? 23 അല്ലെ? പിന്നെ വന്നത് എന്താണ്? സെക്കൻഡ് വേർഡിലെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? യു എന്ന് പറഞ്ഞാൽ എന്താണ്? 21. തേർഡിലെ എസ് ആണ് വരുന്നത്. തേർഡ് വേർഡിലെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? എസ്, അതായത് 19. ഫോർത്ത് വേർഡിൽ എന്താണ്? ഫസ്റ്റ് ലെറ്റർ എന്താണ്? Q, അതായത് 17. നമ്മൾ ആ ക്യൂവിന്റെ അത് പറഞ്ഞിട്ട് ഓർക്കണല്ലോ അല്ലേ? 17 എന്ന് പറഞ്ഞാൽ, അതായത് ഇവിടെ വ്യത്യാസം വരുന്നത് എന്താണ്? -2 -2 -2 എന്ന് പറഞ്ഞിട്ട് വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് അടുത്ത് -2 ചെയ്ത് എന്ത് വരണം? 15 എന്ന് വരണം. 17 നിന്ന് -2 ചെയ്ത് കഴിഞ്ഞാൽ 15 വരണം. 15 എന്താണ് നമുക്കറിയാം? O അല്ലെ? അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്താണ് ഓപ്ഷൻ കിട്ടി? ആൻസർ കിട്ടി. ഓപ്ഷൻ വെച്ചിട്ട് തന്നെ ഫസ്റ്റ് ലെറ്ററിന്റെ റിലേഷൻ കണ്ടുപിടിച്ചപ്പോ തന്നെ നമുക്ക് എന്താണ് ഇതിൽ നിന്ന് ആൻസർ കിട്ടി? OPKL എന്ന് പറയുന്ന ആൻസർ കിട്ടി. എങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാതും ഫസ്റ്റ് ക്ലാസ് എന്നുള്ള നിലയ്ക്ക് എല്ലാ ലെറ്റേഴ്സിന്റെയും ഓരോ വേർഡിലെയും ഓരോ ലെറ്റേഴ്സിന്റെയും റിലേഷൻ വന്നതെങ്ങനെ നമ്മൾ നോക്കുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓരോ ലെറ്റേഴ്സിന്റെയും പൊസിഷൻ വാല്യൂസ് കുറച്ചുകൂടി ക്ലിയർ ആവാനും എന്താണ് അതിന്റെ ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും മെല്ലെ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ആക്ച്വലി ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഓപ്ഷൻ കിട്ടി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പോയാൽ മതി. പക്ഷെ നിങ്ങൾക്ക് ഓരോ ലെറ്റേഴ്സിന്റെയും പൊസിഷൻ വാല്യൂസ് മൈൻഡിൽ നിൽക്കാൻ വേണ്ടിയിട്ടും എങ്ങനെയൊക്കെ റിലേഷൻസ് വരാം, എന്തൊക്കെ വ്യത്യാസങ്ങൾ വരാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ എടുത്തിട്ടുള്ളൂ. ഇത് നിങ്ങൾ തറാവുക എന്നുള്ളതാണ്. ഇതിന്റെ തന്നെ മോക്ക് ടെസ്റ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതും കൂടി ചെയ്യുമ്പോഴേക്കാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഇത് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെറ്ററിന്റെ റിലേഷൻ കണ്ടുപിടിച്ചു. ഫസ്റ്റ് ഓരോ വേർഡിലെയും ഫസ്റ്റ് ലെറ്ററിന്റെ റിലേഷൻ കണ്ടുപിടിച്ചു. ഇനി സെക്കൻഡ് ലെറ്ററിന്റെ റിലേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഇതിൽ വേർഡിൽ വരുന്ന സെക്കൻഡ് ലെറ്റർ എന്ന് പറയുന്നത് ഏതാണ്? സെക്കൻഡ് ലെറ്റേഴ്സ്, ഓരോരുത്തരും സെക്കൻഡ് ലെറ്റേഴ്സ് നമുക്ക് മാർക്ക് ചെയ്യാം. XUTR. ഓക്കെ, ഇപ്പൊ ഇതിന്റെ ഓരോന്നിന്റെ വാല്യൂ നമുക്ക് എക്സിന്റെ വാല്യൂ നമ്മൾ 24/7 എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? എക്സിന്റെ വാല്യൂ എന്താണ്? 24.
അടുത്ത എന്താണ് യു, അല്ല യു അല്ല വി. വി എന്ന് പറയുന്നത് നമ്മൾ എന്താണ് വിക്ടറി, വിക്ടറി പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ എന്താണ് 22 വാല്യൂ അല്ലെ. അടുത്ത എന്താണ് ടി, ഈ ജോട്ടിയിലെ ടി പറയുമ്പോ എന്താണ് 20, 20, 20. അടുത്ത ശേഷം വരുന്ന ആറ്, ആറ് നമ്മളൊന്ന് യോജിപ്പിച്ച് നമുക്ക് എന്താണ് 18. അതായത് ഇവിടെ നമുക്ക് വരുന്ന എന്താണ് -2, -2, -2 തന്നെയാണ്. അപ്പൊ 18ൽ നിന്നും -2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 16, 16, 16 എന്നുള്ള ലെറ്ററിന് നമ്മൾ ഓർമ്മ ഉണ്ടോ? പി എന്നുള്ള ലെറ്ററിനെ തലയിരിച്ചിട്ടിട്ട് നമ്മൾ എന്താണ് 16 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സെക്കൻഡ് ലെറ്റർ നമുക്ക് എന്ത് വരും? പി എന്ന് വരും. ഓക്കെ, അപ്പൊ സെക്കൻഡ് ലെറ്റർ പി. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ സെക്കൻഡ് ലെറ്റർ കണ്ടുപിടിക്കുന്നത്. -2, -2 തന്നെയാണ് ഇവിടെയും. അടുത്ത എന്താണ് തേർഡ് ലെറ്റർ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. തേർഡ് ലെറ്ററിന്റെ നോക്കൂ, തേർഡ് ലെറ്റർ എന്താണ്? ഓരോന്നിലും സി, ഇ, ജി, ഐ. ഓക്കെ, അപ്പൊ ഇതിൽ വരുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സിന്റെ വാല്യൂ എത്രയാണ് നമുക്കറിയാം? 3. ഇന്റെ വാല്യൂ എന്താണ്? 5. ജിന്റെ വാല്യൂ എന്താണ്? 7. ഐന്റെ വാല്യൂ എന്താണ്? 9. അപ്പൊ ഇവിടെ നമുക്ക് വരുന്ന എന്താണ്? +2 ആണ്. നേരത്തെ ആദ്യത്തെ രണ്ടെണ്ണത്തിൽ -2 ആയിരുന്നു. ഇവിടെ പക്ഷെ നമുക്ക് വരുന്ന ഇതെന്ന് പറയുന്നത് എന്താണ്? +2, +2 പറഞ്ഞിട്ടാണ്. അപ്പൊ നമുക്ക് 9 + 2 11. 11 എന്ന് പറയുന്ന ലെറ്റർ ഏതാണ്? കെ. ഓക്കെ, കെ എന്നുള്ള ലെറ്റർ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പൊ തേർഡ് ലെറ്റർ ഏതാണ്? കെ എന്ന് കിട്ടും നമുക്ക്. ഇനി അതാണ് ഫോർത്ത് ലെറ്റർ. ഫോർത്ത് ലെറ്ററിന് എന്താണ്? ഡി. ഫോർത്ത് ലെറ്ററിന്റെ ലെറ്റർ ഏതൊക്കെയാണത്? ആദ്യത്തെ ഡി, പിന്നത്തിൽ എഫ്, എച്ച്, ജെ. നോക്കി നോക്കൂ, 4, 6, 8, 10. അപ്പൊ എന്ത് വരണം? 12 വരണം. 12 എന്ന് പറയുന്ന ലെറ്റർ ഏതാണ്? നമ്മൾ പറഞ്ഞു എൽ എന്ന് എടുത്തിട്ട് അതിനെന്താണ് തിരിച്ചിട്ട് കഴിഞ്ഞാൽ വിക്ടറി സിമ്പൽ വന്ന് 12. അപ്പൊ എന്താണ്? എൽ. അപ്പൊ നമുക്ക് എന്താണ് എല്ലാ ലെറ്റേഴ്സിന്റെയും ഓരോ വേർഡിലെയും എല്ലാ വേർഡത്തെ എല്ലാ ലെറ്റേഴ്സിന്റെയും നമുക്ക് റിലേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ലെറ്ററിന്റെ എന്താണ്? -2 ആണ്. സെക്കൻഡ് ലെറ്ററിന്റെയും കോൺസെപ്റ്റ് എന്താണ്? -2 ആണ്. തേർഡ് ലെറ്ററിന്റെ എന്താണ്? +2 ആണ്. ഫോർത്ത് ലെറ്ററിന്റെ എന്താണ്? +2 എന്നുള്ള കോൺസെപ്റ്റിലാണ് ഈ ഒരു വേർഡ് സീരീസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആൻസർ എന്താണ്? OPKL. അതായത് ഫസ്റ്റ് എ ഓപ്ഷൻ ആണ് നമുക്ക് ഇതിന്റെ ആൻസർ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. ഇത് കുറച്ചുകൂടി എളുപ്പമാണ്. നമ്മൾ ഇതുവരെ 3, 4 ലെറ്റേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള സീരീസ് ആണ് കണ്ടത്. ഇത് വെറും 2 ലെറ്റേഴ്സ് ഉള്ളൂ. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് ശരിക്കും ആക്ച്വലി ഇതൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഇടേണ്ടതായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് എളുപ്പം മാത്രം തന്നു കഴിഞ്ഞാൽ റെഡി ആവില്ല എന്ന് വെച്ചിട്ട് ആദ്യം തന്നെ കുറച്ച് കൺഫ്യൂഷൻ ഉള്ളത് തന്നത്. കാരണം എല്ലാ ലെറ്റേഴ്സിന്റെ പൊസിഷൻ വാല്യൂസ് കുറച്ച് ഓർമ്മ കിട്ടാൻ കുറച്ചുകൂടി നിങ്ങളുള്ള ലെറ്റർ വേർഡ് സീരീസ് ആണല്ലോ നല്ലത് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇട്ടത്. അപ്പൊ ഇതിൽ നോക്കി നോക്കൂ, ഇത് നമുക്ക് വന്നതാണ് LMWVPQSRTU. സംഭവം കാണുമ്പോൾ എളുപ്പമാണെന്ന് തോന്നിയെങ്കിലും ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ശരിക്കും സത്യത്തില്. നമുക്ക് എന്താണ് ഇപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ ഇതിന്റെ വേർഡ് വാല്യൂസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും ആദ്യത്തെ വരുന്നത് LMM എന്ന് പറഞ്ഞാൽ നമുക്ക് വാല്യൂസ് വരുന്ന 12ഉം 13ഉം അല്ലെ. അതിനുശേഷം വരുന്ന ലെറ്റർ സീരീസ് ആണ് ഇത് WVന്റെ നമ്പർ നമുക്ക് എന്താ പറയാം? 23, 22. ഓക്കെ, 23ഉം 22ഉം. അടുത്ത് വന്നതാണ് ഇത് PQ. PQ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരും? ഒരു മിനിറ്റ്. PQ ഇവിടെ താഴത്ത് എഴുതുകയാണ്. PQ എന്ന് പറയുന്നത് P എന്താണ്? 16 ആണ്. Q എന്ന് പറയുന്നത് എന്താണ്? 17 ആണ്. പിന്നെ വന്നത് ഏതാണ്? SR. എന്താണ്? 19 ആണ്. R എന്ന് പറയുന്നത് എന്താണ്? 18 ആണ്. ഇപ്പോ നിങ്ങൾ ഇവിടെ ഒരു റിലേഷൻ എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ 12ഉം 13ഉം തമ്മിലുള്ള റിലേഷൻ എത്രയാണ്? 11 ആഡ് ചെയ്യല്ലേ ചെയ്തത്. 13ഉം 22ഉം തമ്മിലുള്ള റിലേഷൻ എന്താണ്? -9 ആണ് അല്ലെ. -9 ആണ് വന്നത്. പക്ഷെ അതേ റിലേഷൻ ആണോ 23ഉം 22ഉം 22ഉം 17ഉം തമ്മിൽ വരുന്നത്? അല്ലല്ലോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം 23ഉം 16ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4, 3, 7ന്റെ വ്യത്യാസമേ വന്നിട്ടുള്ളൂ. 17ഉം 22ഉം തമ്മിൽ എത്ര വ്യത്യാസമേ ഉള്ളൂ? 5ന്റെ വ്യത്യാസമേ വരുന്നുള്ളൂ. അപ്പൊ ഇത് നേരത്തെ 11ഉം 9 എന്ന് പറയുന്ന റിലേഷൻ നിന്ന് 7ഉം 5 ആയി. അപ്പൊ ഇത് റിലേഷനേ അല്ല. നമുക്കിത് എന്താണ്? ഇത് കറക്റ്റ് റിലേഷൻ ആണെന്ന് പറയാനേ സാധിക്കില്ല. അപ്പൊ പിന്നെ എന്താണ് റിലേഷൻ? അപ്പോ ഇതിലിപ്പോ ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി വേഗത്തിൽ കണ്ടുപിടിക്കാൻ കഴിയുണ്ടാവും. ഇങ്ങനെ ആലോചിച്ച് നോക്കൂ, ഇതിന്റെ 12ഉം 16ഉം തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്.
13ഉം 17ഉം തമ്മിലൊരു റിലേഷൻ ഉണ്ട്. 23ഉം 19ഉം തമ്മിലൊരു റിലേഷൻ ഉണ്ട്. 22ഉം 18ഉം തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ആലോചിച്ച് നോക്കുക. അപ്പൊ ഇവിടെ എന്താണ് 12ൽ നിന്ന് 16 പ്ലസ് 4 ചെയ്തു. 13ന്ന് 17 പ്ലസ് 4 ചെയ്തു. 23ന്ന് എന്തായി 19 മൈനസ് 4 ചെയ്തു. 22ന്ന് 18 മൈനസ് 4 ചെയ്തു. അല്ലെ? ഇങ്ങനെ വന്നൂടെ? അതായത് ഇവിടെ റിലേഷൻ വരുന്നത് എങ്ങനെയാണ്? എല്ലും പിയും തമ്മിലും എമ്മും ക്യൂവും തമ്മിലുമാണ് റിലേഷൻ വരുന്നത്. അടുത്ത റിലേഷൻ വരുന്നത് എങ്ങനെയാണ്? ഡബ്ല്യുവും എസും തമ്മിലും വിയും ആറും തമ്മിലാണ് ഇവിടെ റിലേഷൻ വരുന്നത്. അതായത് ഒന്ന് ഇടവിട്ട ലെറ്റേഴ്സ് തമ്മിലുള്ളതാണ് റിലേഷൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നുള്ള അടുത്ത റിലേഷൻ വരേണ്ടത് എന്താണ്? പിന്നാണ്. പിന്ന് ടിയിലേക്ക് ഒരു റിലേഷൻ വരും. ക്യൂവിൽ നിന്ന് യുവിലേക്ക് ഒരു റിലേഷൻ വരും. ആ റിലേഷൻ തന്നെയാണോ ശരിക്കും വന്നിരിക്കുന്നത് നോക്കി നോക്കൂ. അതായത് ഇവിടെ റിലേഷൻ എങ്ങനെയാണ്? എല്ലും മാർക്ക് ചെയ്യുന്നത് തമ്മിലാണ് റിലേഷൻ. ഈ എൽ എമ്മും പിയും ക്യൂവും ടി യുവും തമ്മിലാണ് റിലേഷൻ വന്നിരിക്കുന്നത്. ബാക്കി റിലേഷൻ വന്നത് ഡബ്ല്യു വിയും എസ് ആറും തമ്മിലാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ തൊട്ടടുത്ത ലെറ്റർ എന്താണ്? ഇത് തമ്മിലായിരിക്കും റിലേഷൻ വരേണ്ടത്. ഇവിടെ റിലേഷൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ്? എല്ലും എമ്മും പിയും ക്യൂവും തമ്മിൽ വ്യത്യാസം റിലേഷൻ വന്നിരിക്കുന്നത് എന്താണ്? എല്ലു കൂടെ പ്ലസ് 4 ചെയ്തപ്പോഴാണ് നമുക്ക് പി കിട്ടിയത്. അതുപോലെ എമ്മു കൂടെ പ്ലസ് 4 ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? ക്യൂ കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ പി കൂടെ പ്ലസ് 4 ചെയ്ത് നമുക്ക് എന്താണ് ടി കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. പി എന്താണ് 16 ആണെന്ന് അറിയാം. ടിന്റെ വാല്യൂ എത്രയാണ്? 20 ആണ്. അപ്പൊ എന്താണ് പ്ലസ് 4 അല്ലേ നടന്നത്? അതായത് പിയും ഇ ക്യൂ ടി യു. ഓക്കെ, പിന്റെ വാല്യൂ എന്താണ്? 16 ആണ്. ടിന്റെ വാല്യൂ എന്താണ്? 20 ആണ്. അപ്പൊ എന്താണ് ഇവിടെ പ്ലസ് 4 ആണ് നടന്നിരിക്കുന്നത്. അതുപോലെ ക്യൂവിന്റെ വാല്യൂ നമുക്ക് എന്താ അറിയാം? 17 ആണെന്ന് അറിയാം. യുവിന്റെ വാല്യൂ എന്താണ്? 21 ആണ്. അപ്പൊ ഇവിടെയും എന്താണ് നടന്നിരിക്കുന്നത്? പ്ലസ് 4 എന്നുള്ള അഡിഷൻ ആണ് നടന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ റിലേഷൻ വരുന്നത്. എന്താണ്? എല്ലും എമ്മും തമ്മിൽ റിലേഷൻ, എല്ലും എമ്മും തമ്മിൽ പിയും ക്യൂവും തമ്മിലാണ് റിലേഷൻ. പിയും ക്യൂവും തമ്മിൽ ടിയും യുവും തമ്മിലാണ് റിലേഷൻ. അതുപോലെ ഡബ്ല്യു വിയും എന്താണ്? എസ് ആറും തമ്മിലാണ് റിലേഷൻ. ഡബ്ല്യു വി നമുക്ക് എഴുതാം. ഡബ്ല്യു വി ഉണ്ട്, എസ് ആറും ഉണ്ട്. എസ് ഡബ്ല്യു എന്ന് പറയുന്നത് എന്താണ്? 23 എസ് എന്ന് പറയുന്നത് എന്താണ്? 19 അപ്പൊ മൈനസ് 4 ചെയ്തു. വി എന്ന് പറയുന്നത് എന്താണ്? 22 നമുക്കറിയാം. ആറ് എന്ന് പറയുന്നത് 18. അപ്പൊ വീണ്ടും എന്താണ്? മൈനസ് 4 ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ തൊട്ടടുത്ത ലെറ്റർ, അതായത് എസും ആറും തമ്മിലും ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ട ലെറ്ററും തമ്മിലും ആയിരിക്കും റിലേഷൻ ഉണ്ടായിരിക്കുക. ആ റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? -4 ചെയ്യുക എന്നുള്ളതാണ്. ഒരു ലെറ്ററിൽ നിന്ന് -4 ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എസും ആറും, എസിന്റെ വാല്യൂ എന്താണ്? 19 ആണെന്ന് അറിയാം. ആറിന്റെ വാല്യൂ എന്താണ്? 18 ആണെന്ന് അറിയാം. എസിൽ നിന്ന് -4 ചെയ്ത് കഴിഞ്ഞാൽ 15 എന്ന് പറയുന്നത് ഏതാണ്? ഓ ആണ്. 6 എന്ന് പറഞ്ഞാൽ 18. 18 4 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 14 എന്ന് പറയുന്ന ലെറ്റർ ഏതാണ്? എൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ ഏത് വരും? ഓ എൻ വരും. നിങ്ങൾക്ക് വോയിസ് ഒക്കെ ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇവിടെ നല്ല മഴയാണ്, അപ്പൊ അതിന്റെ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് വോയിസ് ഒക്കെ ക്ലിയർ ആവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിന്റെ നമുക്ക് എന്താണ് ആൻസർ കിട്ടിയത്? എന്താണ്? ഓ എൻ ആണ്. അതായത് എല്ലും എൽ എമ്മും പി ക്യൂം തമ്മിലുള്ള റിലേഷൻ, പി ക്യൂം ടിയും തമ്മിലുള്ള റിലേഷൻ, ഡബ്ല്യു വിയും എസ് ആറും തമ്മിലുള്ള റിലേഷൻ, എസ് ആറും ഒ എന്നും തമ്മിൽ റിലേഷൻ. ഓക്കെ, അങ്ങനെയാണ് ഇവിടുത്തെ ആൻസറിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പൊ ഒ എൻ ആണ് ഇവിടുത്തെ റിലേഷൻ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് 5th ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. ഇത് നമ്മൾ ആക്ച്വലി ഇതിന് നമ്പർ സീരീസിൽ നമ്മൾ ഇതുപോലത്തെ റിലേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒന്നാമത്തെയും മൂന്നാമത്തെയും തമ്മിലുള്ള റിലേഷൻ, 3ഉം 5ഉം തമ്മിലായിരിക്കും റിലേഷൻ, 5ഉം 7ഉം തമ്മിലായിരിക്കും റിലേഷൻ. അങ്ങനെ പറഞ്ഞിട്ട് അഞ്ചാമത്തെ ആ പൊസിഷൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനത്തെ റിലേഷൻ വന്നിട്ട് നമ്മളൊരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. ഒറ്റ മിനിറ്റ്. ഓക്കെ, അത് സെയിം റിലേഷൻ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. ഇതിന് തൊട്ടടുത്തുള്ളതാണ് ഇത് എഫ് എ ജി. ഞാൻ ഇപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. എഫ് എ ജി ജി എ എഫ് എച്ച് എ ഐ ഐ എ എച്ച്. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് കാണാൻ കഴിയും? ജസ്റ്റ് ഇനി നമ്മൾ എന്താണ് ഇത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കും. എഫിന്റെ വാല്യൂ എന്താണ്? ഫസ്റ്റ് ലെറ്റർ, ഫസ്റ്റ് വേർഡിലെ ഫസ്റ്റ് ലെറ്റർ എഫിന്റെ വാല്യൂ 6, ജിന്റെ വാല്യൂ എന്താണ്? 7, എച്ചിന്റെ വാല്യൂ എന്താണ്? 8, അതിന്റെ വാല്യൂ എന്താണ്? 9. അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്തായിരിക്കും? 10 എന്നുള്ള ലെറ്റർ അല്ലേ ഫസ്റ്റ് ലെറ്റർ ആയിട്ട്? അടുത്ത അഞ്ചാമത്തെ വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം? 10 എന്ന് പറയണമായിരിക്കും. 10 എന്ന് പറയുന്ന ലെറ്റർ ഏതാണ്? ജെ. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്താണ്? സി ഓപ്ഷനും
ബി ഓപ്ഷനും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, സി ഓപ്ഷനും ബി ഓപ്ഷനും നമുക്ക് ക്യാൻസൽ ചെയ്യാം. കാരണം എന്താണ്, രണ്ടും എച്ച് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. എച്ച് വെച്ചിട്ടല്ല നമുക്ക് ആൻസർ വരേണ്ടത്, ജെ വെച്ചിട്ടാണ്. ഇതിൽ നിന്ന് തന്നെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് നമുക്ക് കിട്ടി 6, അതായത് എഫിന്റെ വാല്യൂ 6, ജിന്റെ വാല്യൂ 7, എച്ചിന്റെ വാല്യൂ 8, ഐന്റെ വാല്യൂ 9. അങ്ങനെയാണെങ്കിൽ അടുത്ത ലെറ്ററിന്റെ എന്താണ് വാല്യൂ 10 വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി, ഒന്നെങ്കിൽ ഡിയോ അല്ലെങ്കിൽ എയോ ആയിരിക്കും ഇതിന്റെ ആൻസർ എന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി അടുത്ത എന്താണ്, അടുത്ത ലെറ്റർ സെക്കൻഡ് ലെറ്റർ വെച്ചിട്ട് നോക്കാം. സെക്കൻഡ് ലെറ്റർ നോക്കി നോക്കൂ, എല്ലാത്തിലും എന്താണ് എ തന്നെയാണ്. എന്റെ പൊസിഷൻ, എക്ക് എന്താണ് വ്യത്യാസം വരുന്നേ ഇല്ല. അപ്പൊ എന്താ, നമ്മുടെ ഫിഫ്ത്ത് വേർഡിലും എന്തായിരിക്കും എ തന്നെ ആയിരിക്കും. പക്ഷെ ഇവിടെ നോക്കി നോക്കി എ എന്താണ് സെയിം തന്നെയാണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പൊ ഇനി തേർഡ് ലെറ്റർ നോക്കാം. തേർഡ് ലെറ്റർ എന്താണ്, ജി ആണ്. ജി നോക്കൂ, 7, 6, 7, 6 എന്തായി, 7, 6, പിന്നെന്ത് വരുന്നുണ്ട്, 9, 8 അല്ലെ. ഇങ്ങനെയാണ് വരുന്നത്, 7, 6, 9, 8 എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോ ഈ ഒരു ലെറ്ററിനെ ബേസ് ചെയ്തിട്ടാണ്, അതായത് നമ്മുടെ ഫസ്റ്റ് 2 ലെറ്റേഴ്സിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നമുക്ക് വരുന്നത് ഏതിനാണ്, നമ്മുടെ തേർഡ് ലെറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ആൻസർ ചേഞ്ച് ആവുക. അപ്പൊ അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിന് ഇതില് ഇവര് വേറൊരു കോൺസെപ്റ്റും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞുതരാം, അത് ശ്രദ്ധിക്കൂ. അങ്ങനെ അത് ശ്രദ്ധിച്ചാൽ നമുക്ക് കുറച്ചുകൂടി വേഗത്തിൽ ആൻസർ കിട്ടും. ഇപ്പൊ നോക്കി നോക്കൂ, എഫും ജിയും അല്ലെ, 6, 7, 6, 7 അല്ലെ. ഇതിനെന്ത് ചെയ്തിരിക്കുകയാണ്, തല തിരിച്ചിട്ടിരിക്കുകയാണ് ഇവിടെ അല്ലെ. ജി എഫ് 7, 6 എന്നുള്ളത് തല തിരിച്ചിട്ടിരിക്കുകയാണ്. 6, 7 എന്ത് ചെയ്തു, 7, 6 എന്ന് തല തിരിച്ചിട്ടു. ഇതിൽ നമ്മുടെ ഏറ്റവും വലിയ ലെറ്റർ ഏതാണ്, 7 ആണ്. അപ്പോ ഇനി ഇവിടെ നോക്കി നോക്കൂ, ഇവിടുത്തെ ഏറ്റവും വലിയ ലെറ്റർ ഏതാണ്, 7 ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്, ഇനി ഇവിടെ നോക്കി നോക്കൂ, ഇതെന്താണ്, എച്ച് ഐ. എച്ചിന്റെ വാല്യൂ നമുക്ക് എന്താ അറിയാം, 8 ആണ്. അതിന്റെ വാല്യൂ എന്താണ്, 9 ആണ്. അതിന്റെ അടുത്ത ലെറ്റർ ആയിട്ട് തിരിച്ചിട്ടിരിക്കുന്നത് എന്താണ്, 9, 8 അല്ലെ. ഇപ്പൊ നേരത്തെ നമുക്ക് എന്ത് വന്നു, 6, 7, അതിനെന്തായി 7, 6 ആക്കി. ഇവിടെ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് എന്താണ്, 7 ആണ്. ഇവിടെ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് എന്താണ്, 9 ആണ്. അതായത് 6, 7 ഇതൊരു സീരീസ് ആയിട്ട് എഴുതിയ എന്താണ്, 6, 7, 8, 9. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അടുത്ത ലെറ്റർ എന്തായിരിക്കണം, 10 ആയിരിക്കണം. 10ഉം പിന്നെ വരുന്ന എന്തായിരിക്കും, 11 ആയിരിക്കണം അല്ലെ. ആദ്യത്തെ 2 സെറ്റില് 6, 7, രണ്ടാമത്തെ 2 സെറ്റില് 8, 9. അതായത് ഇവിടെ ഇത് 2 സെറ്റിൽ വന്നത് എന്താണ്, 6, 7, 6, 7ന്റെ കോംബോ. അതിനുശേഷം വന്ന 2 സെറ്റിൽ വന്നത് എന്താണ്, 8, 9, 8, 9. ഇനി അടുത്ത് വരേണ്ടത്, അപ്പൊ എന്താ അടുത്ത സെറ്റിൽ വരേണ്ടത് എന്താണ്, 10, 11. 10, 11 ആണ് അടുത്ത സെറ്റിൽ വരേണ്ടത്. ഇവിടെ നമുക്ക് ഈ ഇപ്പൊ നമ്മൾ പറഞ്ഞു ബി, സി ഓപ്ഷനും ബി ഓപ്ഷനും നമുക്ക് വരില്ല എന്ന് പറഞ്ഞു. പിന്നെ ബാക്കിയുള്ള രണ്ട് ഓപ്ഷൻ ഏതാണ്, ഒന്നെങ്കിൽ ഇതോ ജെ എ കെയോ അല്ലെങ്കിൽ ജെ എ ഐയോ ആണ് വരിക. ഇതിൽ എന്താണ്, രണ്ടെണ്ണത്തിലും ജെ ഉണ്ട്. അതായത് 10 എന്ന് പറയുന്ന 2 ലെറ്റർ എന്താണ്, 2 ലെറ്റർ സീരീസിലും ഉണ്ട്. ഓക്കെ, ജെ എ കെയിലും ഉണ്ട്, ജെ എ ഐയിലും ഉണ്ട്. പക്ഷെ ഐന്റെ വാല്യൂ, മൂന്നാമത്തെ ലെറ്ററിന്റെ വാല്യൂ നോക്കി നോക്കൂ, ഡി ഓപ്ഷനിലുള്ളത് ഐ ആണ്. ഐന്റെ വാല്യൂ എന്താണ്, 9 ആണ്. പക്ഷെ നമുക്ക് പറഞ്ഞു നമുക്ക് വരേണ്ടത് എന്താണ്, 10, 11 എന്ന് പറയുന്ന സീരീസ് ആണ് നമുക്ക് ഇവിടെ വരേണ്ടത്. അപ്പൊ എന്താണ്, കെ ഇവിടെ ഉള്ള, അപ്പൊ കെ എന്താണ്, കെന്റെ വാല്യൂ 11. അപ്പൊ നമ്മുടെ പറഞ്ഞ ഈ കോൺസെപ്റ്റ് ഇവിടെ ഫില്ലായില്ലേ. നിങ്ങൾക്ക് പറഞ്ഞ കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇവിടെ 6, 7, 6, 7നെയും കൂടി തലവെച്ചിട്ട് എന്തിട്ട് 7, 6 എന്ന് ഇട്ടിട്ടുണ്ട്. ഇതെന്താണ്, ഇത് രണ്ടും കൂടി ഒരു സീരീസ് ആണ്. ഈ 7ന് ശേഷം വരുന്ന ലെറ്റർ ആണ് ഇത് 8, 9 എന്ന് പറയുന്നവ. ഓക്കെ, ആ 8, 9 ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുക. ഇവിടെ 8, 9, ഇവിടെ എന്ത് ചെയ്തു, 9, 8 ആയിട്ട് തലയിൽ തിരിച്ചിട്ടു. ഓക്കെ, ഇനി 9, 8, 9, അതായത് 6, 7, 6, 7, 8, 9. ഇനി എന്താണ് വരേണ്ടത്, 10, 11 എന്ന് പറയുന്ന ലെറ്റർ സീരീസ് ആണ് നമുക്ക് വരേണ്ടത്. ഓക്കെ, വരേണ്ടത് എന്താണ്, 10ഉം 11ഉം ആണ് നമുക്ക് വരേണ്ടത്. 10ഉം 11ഉം ആണ് വരേണ്ടത്. അപ്പൊ ഈ 10ഉം 11ഉം എന്ത് വരണം, ഇത് അവിടെ നോക്കി നോക്കൂ. അപ്പൊ നമുക്ക് ഈ 2 ഓപ്ഷനെ നമ്മൾ ഓൾറെഡി ക്യാൻസൽ ചെയ്ത് പറഞ്ഞു. പിന്നെ ഈ ഓപ്ഷനോ അല്ലെങ്കിൽ ഈ ഓപ്ഷനോ ഉള്ളൂ. അതിലെന്ത് ചെയ്തു, ജെ, രണ്ടിന്റെയും എന്താണ് 10 എന്നുള്ള വാല്യൂ ആണ്. ഫസ്റ്റ് ലെറ്റർ എന്താണ്, 10 ആണ്. പക്ഷെ ലാസ്റ്റ് ലെറ്റർ നോക്കി നോക്കി, ഇവിടെ 9 ആണ്, ഇവിടെ എന്താണ് 11 ആണ്. എല്ലാം കൂടെ കൂട്ടി എഴുതിയത് കൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. സംഭവം കോൺസെപ്റ്റ് അത്യാവശ്യം നന്നായിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് വരുന്നത്, നമ്മുടെ ഓപ്ഷൻ എന്ത് വരുന്നത്, ജെ എ കെ എന്ന് പറയുന്നത് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ,
ആ 9, 10, 11 എന്നുള്ള കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടെ എന്താണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, 10, 11 ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടുത്തെ ആൻസർ വരുന്നത്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാണ്. WYB XUD YQF. ഓക്കെ, ഇവിടെയും നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്ന സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ വേർഡിൽ നിന്ന് W, ഫസ്റ്റ് ലെറ്റർ ആയിട്ടുള്ള ഡബ്ല്യുവിന്റെ വാല്യൂ നമുക്ക് എന്താണ് ജസ്റ്റ് മാർക്ക് ചെയ്തേക്കാം. W വരുന്നുണ്ട്, X വരുന്നുണ്ട്, Y വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ എടുക്കേണ്ടത്. ഡബ്ല്യുവിന്റെ വാല്യൂ എന്താണ് 23 പറഞ്ഞു. 23 നമുക്ക് അറിയാം, പറഞ്ഞു എന്നല്ല, 23 നമുക്ക് അറിയണം. പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ നമ്പർ അറിയുന്നതാണ് ഏറ്റവും സുഖം. അപ്പൊ ഡബ്ല്യുവിന്റെ വാല്യൂ എന്താണ് 23, എക്സിന്റെ വാല്യൂ എന്താണ് 24, വൈന്റെ വാല്യൂ എന്താണ് 25. അങ്ങനെയാണെങ്കിൽ എന്താണ് അടുത്തതിന്റെ വാല്യൂ എന്ത് വരണം? 26 വരണം. അപ്പൊ ഇനി ഓപ്ഷൻസ് നോക്കി നോക്കൂ. ഓപ്ഷൻസിൽ സെറ്റ് 26 എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ലെറ്റർ ആണ്. സെറ്റ് വെച്ച് തുടങ്ങുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇത് മാത്രമേ ആൻസർ ആവാൻ ചാൻസ് ഉള്ളൂ. നമുക്കിത് ഒറ്റയടിക്ക് ആൻസർ ആണെന്ന് പറയാൻ കഴിയില്ല. കാരണം എന്താണ്? നൺ ഓഫ് ദീസ് എന്ന് പറഞ്ഞൊരു സാധനം കൂടി ഇവിടെ വന്നിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അത് അങ്ങനെ കൊടുക്കാനുള്ള കാരണം നമ്മൾ ഈ സെറ്റ് കണ്ടതിന്റെ പിന്നാലെ തന്നെ പോയിട്ട് സെറ്റ് എം വെച്ച് അടിക്കരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ, ഇപ്പൊ അതായത് രണ്ടാമത്തെ ലെറ്റർ വരുന്നതാണ് YUQ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു റിലേഷൻ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയണം. അല്ലാണ്ട് സെറ്റ് ഇപ്പൊ നമുക്ക് ഇവിടെ ഈ നൺ ഓഫ് ദീസിന് പകരം വേറൊരു ഓപ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. RCH എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ നൺ ഓഫ് ദീസ് ഇല്ല ഇവിടെ, അതിന് പകരം RCH എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ സെറ്റ് MH എന്താണ് ഇപ്പൊ തന്നെ റൈറ്റ് ആൻസർ ആയിട്ട് കണക്കാക്കാം. കാരണം എന്താണ്? സെറ്റ് ആണ് നമ്മുടെ ഫസ്റ്റ് ലെറ്റർ വരേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പൊ അത് വെച്ച് തുടങ്ങുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, സെറ്റ് MH. അപ്പൊ നമുക്ക് അതും തന്നെ സെറ്റ് MH ആണ് ആൻസർ എന്ന് പറയാൻ കഴിയും. പക്ഷേ ഇവിടെ എന്താണ്? നൺ ഓഫ് ദീസ് എന്ന് പറയുന്ന ഒരു സാധനം കൂടി വന്നതുകൊണ്ട് ഈ ബാക്കിയുള്ള 2 ലെറ്റേഴ്സിന്റെ റിലേഷൻ, അതായത് 3 ലെറ്റേഴ്സിന്റെ റിലേഷൻ ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെറ്റ് MHയുടെ ആൻസർ ആയിട്ട് പറയാൻ കഴിയുള്ളൂ. അല്ല ഏതെങ്കിലും ഒരെണ്ണം തെറ്റിയാൽ കൂടി നമുക്ക് എന്താണ് നൺ ഓഫ് ദീസേ പറയാൻ കഴിയൂ. കാരണം ഈ 2 ആൻസർ അല്ല എന്നുള്ളത് നമുക്ക് അറിയാം. ഒന്നെങ്കിൽ 3 അല്ലെങ്കിൽ 4 ആയിരിക്കും ഇതിന് ആൻസർ ആയിട്ട് വരുള്ളൂ. അപ്പൊ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. സെറ്റ് കണ്ടതിന്റെ പിന്നാലെ തന്നെ പോയിട്ട് ആൻസർ കുത്തരുത്. അപ്പൊ ഇനി എന്താണ്? നമുക്ക് അടുത്ത ലെറ്റർ നോക്കി നോക്കാം. സെക്കൻഡ് ലെറ്റർ ആയിട്ടുള്ള Y ഉണ്ട്, U ഉണ്ട്, Q ഉണ്ട്. Yന്റെ വാല്യൂ നമുക്ക് എന്താ അറിയാം? 25 ആണെന്ന് അറിയാം. യുവിന്റെ വാല്യൂ എന്താണ്? 21. ക്യൂവിന്റെ വാല്യൂ എന്താണ്? 17. ഇപ്പൊ ഇവിടുത്തെ ഒരു കോമൺ റിലേഷൻ നമുക്ക് കിട്ടിയില്ല. എന്ത് വന്നു? -4. അങ്ങനെയാണെങ്കിൽ 17 നിന്ന് -4 ചെയ്താൽ നമുക്ക് എന്ത് വരും? 13. ആ 13 ഇവിടെ സാറ്റിസ്ഫൈ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒന്നെങ്കിൽ നമുക്ക് 3 അല്ലെങ്കിൽ 4 വരുള്ളൂ ആൻസർ എന്ന് പറഞ്ഞു. അതിൽ ഓൾറെഡി ഫസ്റ്റ് ലെറ്റർ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് ആ റിലേഷൻ. ഇനി സെക്കൻഡ് ലെറ്റർ എന്താണെന്ന് വരുന്നത്? 13 എന്ന് പറഞ്ഞാൽ ഏതാ ലെറ്റർ? M അല്ലേ? അപ്പൊ എന്താണ്? ഇവിടെ വീണ്ടും സെക്കൻഡ് ലെറ്ററും സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കിട്ടി. ഇനി വേണ്ടത് എന്താണ്? ഇനി തേർഡ് ലെറ്ററിന്റെ റിലേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. തേർഡ് ലെറ്റർ നോക്കി നോക്കൂ. BDF. ബിന്റെ വാല്യൂ എന്താണ്? 2. ഡിന്റെ വാല്യൂ എന്താണ്? 4. എഫിന്റെ വാല്യൂ എന്താണ്? 6. അങ്ങനെയാണെങ്കിൽ അതായത് എന്താണ്? 2 കൂട്ടി പോവാണ്. ഓരോന്നും കൂടിയും എന്താണ്? 2 കൂട്ടി പോവാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 6ന് ശേഷം വരുന്ന ലെറ്റർ ഏതായിരിക്കും? 8 എന്ന് പറയുന്ന ഏതാണ് ലെറ്റർ? H അല്ലേ? അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മുടെ ആൻസറിൽ എന്താണ്? H വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ 3 റിലേഷനും ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് എന്താ പറയാം? സെറ്റ് MH തന്നെയാണ് ആൻസർ എന്ന് പറയാം. ഇവിടെ നൺ ഓഫ് ദീസ് നമുക്ക് ശരിക്കും ആക്ച്വലി ഇത് നിങ്ങൾക്ക് തോന്നും ഇത് ഇപ്പൊ നമുക്ക് ഫസ്റ്റ് കിട്ടിയത് ഇത് തന്നെയല്ലേ, സെറ്റ് MH തന്നെയല്ലേ നമ്മൾ ഫസ്റ്റും കണ്ടുപിടിച്ചത്. അപ്പൊ നമുക്ക് അപ്പൊ തന്നെ കുത്തിക്കൂടെ എന്നല്ല, വെറുതെ സമയം കളയണമായിരുന്നു എന്ന് തോന്നാം. പക്ഷേ ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഇവിടെ ഈ H എന്ന് തന്നതിന് പകരം ഈ H ഇപ്പൊ നമുക്ക് എന്താ വരേണ്ടത്? ശരിക്കും ലാസ്റ്റ് ലെറ്റർ H ആണ് വരേണ്ടത്. പക്ഷെ ഇവർ ഈ H തന്നതിന് പകരം ഈ സെറ്റ് MH എന്നുള്ള ഓപ്ഷന് പകരം അവർ തന്നിരിക്കുന്നത് ZMI ആണെന്ന് വിചാരിക്കുക. ZMI എന്ന് പറയുന്ന ഓപ്ഷനാണ് അവർ തന്നിരിക്കുന്നത് വിചാരിക്കുക. നമുക്കൊന്ന് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് സെറ്റ് എന്നുള്ള ഓപ്ഷൻ കറക്റ്റായി, M എന്ന് പറയുന്ന റിലേഷൻ കറക്റ്റായി. അപ്പൊ നമ്മൾ ഒറ്റയടിക്ക് തന്നെ ഇത് ആൻസർ കുത്തി വിചാരിക്കുക, ZMI എന്ന് കുത്തി എന്ന് വിചാരിക്കുക. അപ്പൊ എന്തായി? ഇവിടെ ആൻസർ റോങ് ആയി. കാരണം എന്താണ്? തേർഡ് ലെറ്റർ ആയിട്ടുള്ള I തേർഡ് ലെറ്റർ ആയിട്ടുള്ള I എന്താണ്? ഇവിടുത്തെ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അതായത് BDF എന്ന് പറയുന്ന സീരീസിന്റെ അടുത്ത ലെറ്റർ വരേണ്ടത് H ആണ്. അവിടെ നമുക്ക് ആൻസർ ആയിട്ട് തന്നത് I ആയിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്? ഇവിടുത്തെ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്ന് പറയാം. അപ്പൊ നമുക്ക് എന്താണ് ആൻസർ ആയിട്ട് കുത്താൻ കഴിയുമോ? ഇല്ല. അപ്പൊ നമ്മുടെ ശരിക്കുള്ള ആൻസർ ഏതാവും? 4ാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള നൺ ഓഫ് ദീസ് ആയിട്ടാണ് വരിക. അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെ ഈ നൺ ഓഫ് ദീസ് വരുന്ന സിറ്റുവേഷൻസിൽ നിങ്ങൾ എല്ലാ ലെറ്റേഴ്സിന്റെയും
റിലേഷൻസ് ചെക്ക് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എറർ വരാൻ ചാൻസ് കൂടുതലാണ്. ചില സമയങ്ങളിൽ ചിലപ്പോൾ അത് ചെയ്യുന്നതായിരിക്കും ശരി. ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ നോക്കുകയാണെങ്കിൽ സെറ്റ് മെച്ച് ആണ്, അപ്പൊ തന്നെ എടുക്കുന്നതാണ് ശരി നമുക്ക്. കാരണം എന്താണ്, സമയം ലാഭിക്കാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ മേ ബി ആ തേർഡ് ലെറ്ററിന്റെ റിലേഷൻ അവർ ചേഞ്ച് ചെയ്തിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കാണ്ട് ആൻസർ ചെയ്യും. അപ്പൊ എന്താണ്, നമുക്ക് ഉറപ്പായിട്ടും കിട്ടുമായിരുന്ന ഒരു മാർക്ക് പോകുന്നതും കൂടാണ്ട് നെഗറ്റീവ് മാർക്കും കൂടി വരും. അപ്പൊ നമുക്കത് വളരെ നഷ്ടമാണ്. അപ്പൊ അത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് ഈ സീരീസിൽ വെച്ചിട്ടുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓൾറെഡി നമ്മൾ 1 മണിക്കൂറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മുടെ ക്ലാസ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തത്. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം ഇട്ടിട്ട് ഫസ്റ്റ് ക്ലാസ് ആണ് ചെയ്യുന്നത്. ഇനി ഇപ്പൊ നമ്മൾ ഓൾറെഡി നമ്പർ സീരീസിന്റെ ക്ലാസ് കഴിഞ്ഞതാണ്, ഇതിന് മുമ്പത്തെ ക്ലാസ്. അത് നിങ്ങൾ കാണണം. ഇപ്പൊ എന്താണ്, ആൽഫബറ്റിക്കൽ സീരീസിനെയും കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിന്റെ അടുത്ത ക്ലാസ്സിൽ നമ്പർ സീരീസിലെയും ആൽഫബറ്റിക് സീരീസിലെയും ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും, മിക്സഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇത് രണ്ട് ആൽഫബറ്റിക്കൽ സീരീസും നമ്പർ സീരീസിന്റെയും കോൺസെപ്റ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. ഓക്കെ, ഇത് രണ്ടിനെയും കൂടി ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ അടുത്ത ക്ലാസ് ഉണ്ടായിരിക്കുക. അതോടുകൂടി നിങ്ങളുടെ നമ്പർ ആൻഡ് ആൽഫബറ്റിക്കൽ സീരീസ് എന്ന് പറയുന്ന ടോപ്പിക് തീരും. അപ്പൊ നമുക്ക് ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? SCDTEFUGH. ഓക്കെ, ഇതിൽ നിന്ന് എന്താണ് നമ്മൾ പറഞ്ഞു, ഇത്രയും നേരം ചെയ്ത സെയിം കോൺസെപ്റ്റിനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ലെറ്ററിന്റെ എല്ലാ വേർഡിലെയും ഫസ്റ്റ് ലെറ്ററിന് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കുക. അപ്പൊ എന്താണ് ഫസ്റ്റ് ലെറ്റർ വരുന്നത്? എന്താണ്? STU. എസ് എന്താണ് നമുക്കറിയാം. ഇത് ആക്ച്വലി നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ആൻസറിലേക്ക് പെട്ടെന്ന് തന്നെ എത്താൻ കഴിയും. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആ നമ്പർ ആൽഫബറ്റിക്കൽ സീരീസിലെ ഓരോ ലെറ്ററിന്റെയും കറസ്പോണ്ടിങ് നമ്പേഴ്സ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് തന്നെ ഒറ്റയടിക്ക് ഒന്നും എഴുതൊന്നും വേണ്ട, എഴുതി നോക്കും കൂടി വേണ്ട, നിങ്ങൾക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യാൻ കഴിയും. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ എസ് എന്താണ് നമുക്കറിയാം, 19. ടി എന്താണ്? 20. യു എന്താണ്? 21. അങ്ങനെയാണെങ്കിൽ അടുത്ത ലെറ്റർ എന്താണ്? 22. 22 എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഏതാണ്? വി ആണ്. അപ്പൊ ഇത് തന്നെ നമുക്ക് നോക്കാം. STUV. വി ആണ് വരേണ്ടത്. വി വരുന്ന വി സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് ഓപ്ഷൻ ഉള്ളത്? രണ്ട് ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ഒറ്റ കാര്യത്തിൽ അത് നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സി ഓപ്ഷനും ഡി ഓപ്ഷനും എലിമിനേറ്റ് ചെയ്തിട്ട് ഒന്നെങ്കിൽ എ ഓപ്ഷൻ അല്ലെങ്കിൽ ബി ഓപ്ഷൻ മാത്രമായിരിക്കും നമ്മുടെ ആൻസർ എന്ന് കണ്ടുപിടിക്കാം. പിന്നെ ഇതിൽ തന്നെ ഈ ഓപ്ഷനിൽ തന്നെ നോക്കി നോക്കൂ, നിങ്ങളുടെ ഫസ്റ്റ് ലെറ്റർ മാത്രമേ സെയിം ആയിട്ടുള്ളൂ, വി എന്ന് പറയുന്ന ലെറ്റർ മാത്രമേ സെയിം ആയിട്ടുള്ളൂ അല്ലെ? ബാക്കി രണ്ട് ലെറ്റേഴ്സും എന്താണ്? ഡിഫറെന്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ ആൽഫബറ്റിക്കൽ സീരീസിലെ സെക്കൻഡ് ലെറ്റർ കണ്ടുപിടിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ആൻസറിലേക്ക് എത്താം. ഓക്കെ, അതാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ ലെറ്റർ ഏതാണ് വരുന്നത്? വി ആണെന്ന് പറഞ്ഞത്. എങ്ങനെയാണ് വന്നത്? ഓരോന്നും കൂടെയും ഒന്ന് കൂട്ടിയിട്ടാണ് നമ്മൾ എന്താണ് വി എന്നുള്ള ലെറ്ററിലേക്ക് എത്തി. 19, 20, 21, അടുത്ത് 22 ആയിരിക്കണം. 22 എന്ന് പറയുന്നത് എന്താണ്? വി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, വിന്റെ ഓപ്പോസിറ്റ് ലെറ്റർ ഏതായിരുന്നു? ഓർമ്മ ഉണ്ടോ? ലവ് എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് വരിക? വിഇ. അല്ലെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾ എന്നുള്ളത് എന്താണ്? വിഇ. വിന്റെ ഓപ്പോസിറ്റ് ലെറ്റർ ഏതാണ്? വി ആണ് എന്നുള്ളത് ഓർമ്മ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്താണ്? 27 നമ്മുടെ ടോട്ടൽ സമ്മ് വരേണ്ടത്. അപ്പൊ 22. അപ്പൊ 5 ആണ് കൂട്ടേണ്ടത് എന്നുള്ളത് ഓർമ്മ ഉണ്ടായാലും മതി. അപ്പൊ 5 എന്ന് പറയുന്ന ലെറ്റർ ഏതാണ്? ഇ ആണ്. അതൊക്കെ പക്ഷെ കുറച്ച് ലെങ്തി ആണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഓർമ്മ കിട്ടണം എന്നുള്ളതാണ് ഞാൻ പറയുക. അടുത്തതാണ് ഇത്. നമ്മൾ സെക്കൻഡ് ലെറ്റർ വെച്ചിട്ട് നോക്കുകയാണ്. സെക്കൻഡ് ലെറ്റർ ഏതാണിത്? എല്ലാ വേർഡിനെയും സെക്കൻഡ് ലെറ്റർ ഏതാണ്? CEG. സി എന്താണ്? 3. ഇ എന്താണ്? 5. ജി എന്താണ്? 7. അങ്ങനെയാണെങ്കിൽ ഏത് വരണം? 9 വരണം. 9 ആയിരിക്കും അടുത്ത ലെറ്റർ വരേണ്ടത്. ഇവിടെ ഓൾറെഡി നമ്മൾ സിയും ഡിയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞതാണ്. ബിയോ അല്ലെങ്കിൽ എയോ ഉള്ളൂ. അതിൽ ആദ്യത്തെ ലെറ്റർ എന്താണ്? വി. രണ്ടെണ്ണത്തിലും ശരി ഏതാണ്? രണ്ടാമത്തെ ലെറ്റർ ആയിട്ടുള്ളത് നമുക്ക് എന്താണ് വരുന്നത്? 9 ആണ് വരുന്നത്. 9 എന്ന് പറയുന്നത് ഏതിന്റെ വാല്യൂ ആണ്? ഐ ലെറ്ററിന്റെ വാല്യൂ അല്ലേ 9. അല്ലെങ്കിൽ ഇപ്പൊ സ്മാൾ ലെറ്റർ ഐ എഴുതിയാണെങ്കിൽ തന്നെ നമുക്ക് ഐ 9 ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഐ വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഏതാണ്? ഇവിടെ നിങ്ങൾക്ക് മൂന്നാമത്തെ ലെറ്ററിന്റെ റിലേഷൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എന്താണ് ഇതാണ് ആൻസർ എന്നുള്ളത് പറയാൻ കഴിയും. കാരണം എന്താണ്? ഇവിടെ നൺ ഓഫ് ദീസ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. നമുക്ക് ആകെപ്പാട് എന്താണ്? രണ്ട് ഓപ്ഷനേ ഉള്ളൂ. വിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ തേർഡ് ലെറ്ററുകൾ രണ്ടെണ്ണത്തിലും വ്യത്യാസമാണ്. സെക്കൻഡ് ലെറ്ററും രണ്ടെണ്ണത്തിലും വ്യത്യാസമാണ്. അപ്പൊ സെക്കൻഡ് ലെറ്റർ ശരിയാവുന്ന ഒരേ ഒരു ഓപ്ഷനെ നമുക്ക് ഇവിടെ ഉള്ളൂ. അപ്പൊ എന്താണ്? ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങളുടെ ശരിക്കുള്ള ആൻസർ ഏതാണ്? VIJ ആണെന്ന് കിട്ടും. എങ്കിൽ നമ്മൾ എന്താണ് ഇതിൽ ലാസ്റ്റ് ലെറ്ററിന്റെ റിലേഷനും കൂടി നമ്മൾ പറയുന്നുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ഏതാണ്? DEFH. ഡി പറയുന്നത് എന്താണ്? 4. എഫ് എന്ന് പറയുന്നത് എന്താണ്? 6. എച്ച് എന്ന് പറയുന്നത് എന്താണ്? 8. അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്ത് വരണം? 10. അതായത് +2 കൂട്ടിക്കൂടി പോവാണ്. 10 എന്ന് പറയുന്ന ലെറ്റർ ഏതാണ്? ജെ ആണ്. ആ ജെ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് നോക്കിയേക്കോ അല്ലെ? ജെ തന്നെയാണ് നമ്മുടെ ഇവിടെ തേർഡ് ലെറ്റർ ആയിട്ടും വന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? VIJ.
ഓക്കെ, നമ്മുടെ ആൻസർ എന്ത് വരും? VIJ എന്ന് വരും. അപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കണു. ഇതിന്റെ ആൻസർ എന്താണ്? VIJ ആണ് വരിക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ. നമ്മൾ എന്താണ് ആൽഫബറ്റിക്കൽ സീരീസ് പറഞ്ഞു. ആൽഫബറ്റിക്കൽ സീരീസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, ഓരോ ലെറ്റേഴ്സിന്റെയും പൊസിഷൻ വാല്യൂസ് നിങ്ങൾ ഓർത്ത് വെക്കുക. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് വരുന്നത് ഏതാണോ അതിന്റെ ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക. ഒരു വട്ടം കൂടി പറഞ്ഞിട്ട് പോവാൻ ഞാൻ. AZ, അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്, അതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. AZ, പിന്നെ എന്താണ് ബൈ എന്ന് പറയുന്നത് നമ്മുടെ ഇത് വെച്ചിട്ട് നമുക്ക് എന്താണ് ബൈ പറയാം. പിന്നെ CX ആണ് വരുന്നത്. ഇത് പ്രത്യേകിച്ച് ഒന്നും എനിക്ക് ഓർമ്മയില്ല, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. CX ഒക്കെ നമ്മൾ പെട്ടെന്ന് ഓർത്ത് വെക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിൽ സിന്റെ വാല്യൂ 3 എക്സിന്റെ വാല്യൂ 24 എക്സിന്റെ വാല്യൂ 24 ഓർത്ത് വെക്കാൻ ഞാനൊരു കാര്യം പറഞ്ഞു. 24/7 വെച്ചിട്ട് നമുക്ക് ഓർത്ത് വെക്കാം. അടുത്തതാണ് WD എന്ന് പറയുന്നത്. WD നമുക്ക് എന്താണ് PWD എന്നുള്ളത് ഓർത്ത് വെച്ചിട്ട് എന്താണ് WD ഓർത്ത് വെക്കാം. അതിൽ ഡബ്ല്യുവിന്റെ വാല്യൂ നമ്മൾ ഓർത്ത് വെക്കാൻ പറഞ്ഞു. മുകളില് 3 ഡോട്ടുകൾ വരാനുള്ള ഇതുണ്ട്, താഴത്ത് 2 ഉണ്ട്. അപ്പൊ എന്താണ് 23 എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് ഓർത്ത് വെക്കാൻ നമ്മൾ പറഞ്ഞു. പിന്നെ പറഞ്ഞ ഏതാണ്? EV എന്നുള്ളതാണ്. അതില് EVക്ക് എന്താണ് നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾ അല്ലെങ്കിൽ ലവ് എന്നുള്ള ലെറ്റർ എടുത്തിട്ട് അതിന്റെ EV വെച്ചിട്ട് നമുക്ക് പറയാൻ പറഞ്ഞു. ഇതിന്റെ വാല്യൂ ഇജോട്ടി എന്നുള്ളതിൽ നിന്ന് ഇതിന്റെ വാല്യൂ 5 ആണെന്ന് കണ്ടുപിടിക്കാം. വിന്റെ വാല്യൂ എന്താണ്? നമ്മൾ വിക്ടറി സിമ്പിൾ വെച്ചിട്ട് എന്താണ് 22 ആണെന്ന് പറഞ്ഞു. വിക്ടറി സിമ്പിളിൽ നമ്മൾ 2 വിരലാണ് കാണിക്കുക അങ്ങനെ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എന്താണ് വിക്ടറിയിൽ 22 എന്നുള്ളത് ഓർത്ത് വെക്കാന്ന് പറഞ്ഞു. പിന്നെ വന്നത് എന്താണ്? UF. നമ്മൾ പറഞ്ഞ എന്താണ് UF എന്ന് പറയുന്നത് എന്താണ്? Under-15 ഫുട്ബോൾ അങ്ങനെ കളിച്ചിട്ട് നമുക്ക് UF കണക്ട് ചെയ്യാം. Fന് എന്താണ് 6 ആയിട്ട് പറഞ്ഞു. Fനെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്താണ് 6 ആക്കിയിട്ട് എടുക്കാം എന്ന് പറഞ്ഞു. പിന്നെ വന്നത് ഏതാണത്? GT നമ്മൾ എന്താണ് GTA ഗെയിം എന്നൊക്കെ പറയുന്ന പോലെ GT, അതിൽ നിന്ന് ജിയിൽ നിന്ന് എന്ത് ചെയ്ത ഇവിടെ നിന്നുള്ള ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് എന്താണ് 7 ആണെന്ന് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. ഇജോട്ടിയിൽ നിന്ന് ടിന്റെ വാല്യൂ എന്താണ് 20 ആണെന്ന് കണ്ടുപിടിക്കാം. പിന്നെ വന്നതാണ് HS എന്ന് പറയുമ്പോൾ എന്താണ്? HS എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഹൈസ്കൂൾ എന്ന് വെച്ചിട്ട് പറഞ്ഞു. Hന്റെ മുകളത്തെയും താഴത്തെയും കൂടി കണക്ട് ചെയ്ത് നമുക്ക് 8 ആണെന്ന് വായിക്കാൻ പറഞ്ഞു. Sന്റെ ഇവിടെ ഒന്ന് കണക്ട് ചെയ്ത് നമുക്ക് എന്താണ് അത് 9 ആവും. അപ്പൊ 19 എന്ന് കിട്ടും എന്ന് പറഞ്ഞു. പിന്നെ വന്നത് ഏതാണ്? ഇത് IR എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ റെയിൽവേ എന്ന് വെച്ചിട്ട് കണക്ട് ചെയ്യാന്ന് പറഞ്ഞു. ഐന് എന്താണ് ഇവിടെ ഒരു കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് 9 എന്ന് വായിക്കാന്ന് പറഞ്ഞു. Rന് എന്താണ് ഇവിടെ താഴത്തെ ഒരു കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് 8 പോലെയാവും. അപ്പൊ എന്താണ് ഓൾറെഡി ഒരു 8 നമുക്ക് കഴിഞ്ഞതാണ്. അപ്പൊ പിന്നെ ബാക്കിയുള്ള 8 ഏതാണ്? 18 ആണെന്ന് കിട്ടും. പിന്നെ വന്നത് ജെക്ക് നമ്മൾ പറഞ്ഞു ജാക്ക് ഡാൻസിൽ DQ എന്നൊക്കെ ഓർത്ത് വെക്കുന്ന പോലെ വേണമെങ്കിൽ ഓർത്ത് വെക്കാമെന്ന് പറഞ്ഞു. ജെന്റെ വാല്യൂ ഇജോട്ടിയിൽ നിന്നും ജെന്റെ 10 ആണെന്ന് കിട്ടും. ക്യൂവിന്റെ ഈ ഒരു ഭാഗം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു 7 എന്ന് കിട്ടും. അപ്പൊ എന്താണ് 17 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓൾറെഡി ജീന് നമ്മൾ 7 എന്ന് കൊടുത്തത് കൊണ്ടാണ് പിന്നെ ബാക്കി ഒരു 7 നമുക്ക് അവിടെ വീണ്ടും ഒരേ ലെറ്റർ 2 ലെറ്ററിന് സെയിം വാല്യൂ കൊടുക്കാൻ കഴിയില്ല. അപ്പൊ ക്യൂവിന് എന്താണ് നമുക്ക് 17 എന്ന് കൊടുക്കാന്ന് പറഞ്ഞു. അതിനുശേഷം വന്നതാണ് KP വെച്ചിട്ട് നമുക്ക് എന്താണ് കേരള പോലീസ് എന്നുള്ളത് ആലോചിച്ച് വെക്കാന്ന് പറഞ്ഞു. K എഴുതുന്നതിൽ നിന്ന് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് 11 എന്ന് കിട്ടും. P എന്താണ് ഒരു 6 തിരിച്ചിട്ടത് പോലെയാണ്. അപ്പൊ നമുക്ക് എന്താണ് 16 എന്ന് അതിന് കിട്ടും എന്ന് പറഞ്ഞു. പിന്നെ വന്നത് ഏതാണ്? LO നമ്മൾ എന്താണ് ലവ് എന്ന് പറയുന്ന ലെറ്ററിൽ നിന്ന് വേർഡിൽ നിന്ന് നമുക്ക് എന്താണ് എല്ലും ഓയും നമ്മൾ കണക്ട് ചെയ്യാം. വിയും ഇയും കൂടി കണക്ട് ചെയ്യാന്ന് പറഞ്ഞു. അതിൽ ഇജോട്ടിൽ നിന്ന് 15 ആണെന്ന് നമുക്ക് അറിയാം. എല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വിക്ടറി സിമ്പിൾ പോലെയാണ്. അപ്പൊ 12 എന്ന് എടുക്കാന്ന് പറഞ്ഞു. അതിനുശേഷം വന്നാണ് എമ്മിന്റെയിലും എന്താണ് താഴത്ത് 3 ഡോട്ട് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് 13 എന്നായിട്ട് എടുക്കാന്ന് പറഞ്ഞു. നമുക്ക് എന്താണ് 14 ആയിട്ട് കൊടുക്കാം. അപ്പൊ MN ആണ് ഇതിൽ ഓപ്പോസിറ്റ് വരുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഈ നമ്പേഴ്സ് പഠിക്കുക. ഇത് നിങ്ങൾക്ക് എന്താണ് ഇതിൽ മാത്രമല്ല സീരീസിൽ മാത്രമല്ല ഡീകോഡിങ് എന്ന് വരുമ്പോഴും ഏറ്റവും എളുപ്പമുള്ളതായിരിക്കും. അതിലും ഈ നമ്പേഴ്സിന്റെ പൊസിഷൻ വാല്യൂസും നമ്പേഴ്സിന്റെ ഓപ്പോസിറ്റ് നമ്പേഴ്സും ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിൽ പെട്ടെന്ന് കോഡിങ് ഡീകോഡിങ്ങും കൂടി ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നുകൂടി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതും കൂടി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ ഓക്കെ, താങ്ക് യു.